Hello. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Morning. Good morning, ma'am. Good morning. Okay. Ready ആണല്ലോ എല്ലാവരും അല്ലേ? റെഡി ആയോ? നോട്ടൊക്കെ എടുത്ത് കൈ പിടിച്ചാ? അതെ മാം, പക്ഷെ 11 ആളേ ഉള്ളൂ. ആളുകൾ കുറച്ചുള്ളൂ അല്ലേ? വരണുള്ളൂ എന്നാണോ പറയണേ? എന്നാണോ പറഞ്ഞേ? ജോയിൻ ചെയ്തിരിക്കുന്നവര് അതെ മാം, ജോയിൻ ചെയ്യുമായിരിക്കും. ജോയിൻ ചെയ്യട്ടെ. ഇന്ന് ക്ലാസ് ഉണ്ടെന്ന് ഇന്നലെ ട്രീസ മാം പറഞ്ഞിരുന്നു, അപ്പം ജോയിൻ ചെയ്യും എന്തായാലും. ഇന്നുകൂടി എടുത്താലല്ലേ നമ്മുടെ ക്ലാസ് കംപ്ലീറ്റഡ് ആവുള്ളൂ അല്ലേ? അതെ 20 എങ്കിലും മിനിമം ഉണ്ടാവും. 20 ഉണ്ടാവും. അതേ തന്നെ ഉണ്ട്, വന്നോളൂ. അവര് ചെറുപ്പോളും വരട്ടെ. നമ്മൾ എവിടെ വരെയാ എടുത്തത്? RSBY എടുത്തു തീർന്നോ? RSBY രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമ യോജന എന്ന് പറയുന്ന ഇൻഷുറൻസ് സ്കീമിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് നിർത്തിയത് അല്ലെ? When it was introduced, എപ്പോഴാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? April 1st, 2008. April 2008 അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് ആ ഒരു സ്കീം കൊണ്ടുവന്നത് തന്നെ. എന്തിനു വേണ്ടിയിട്ട്? ആർക്ക് കവറേജ് കൊടുക്കുക? ആരുടെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. പോവർട്ടി ലൈൻ, ബിലോ പോവർട്ടി ലൈൻ അല്ലെ? ബിലോ പോവർട്ടി ലൈൻ ഫാമിലീസിനെ ഉദ്ദേശിച്ചിട്ടാണ് അത്തരം ഒരു സ്കീം കൊണ്ടുവന്നത്. മാത്രമല്ല അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് ഓഫ് ഇന്ത്യ, ഇന്ത്യയില് പല എന്താ പറയാ ഓർഗനൈസ്ഡ് അല്ലാത്ത എന്ന് വെച്ചാൽ ഭയങ്കര അത്രയധികം എന്താ പറയാ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് ആണെങ്കിലും അല്ലെങ്കിൽ ഫേംസ് ആണെങ്കിലും ചിലതൊക്കെ ഒത്തിരി എന്താ പറയാ കുറെ എന്താ പറയാ ആളുകൾക്ക് മറ്റ് തരത്തിലുള്ള ബെനിഫിറ്റുകൾ കൂടി പ്രൊവൈഡ് ചെയ്യുന്നത്. സാധാരണ ചില ഓർഗനൈസേഷൻസ് ആണെങ്കിൽ അവിടുത്തെ ആ ഒരു അവർക്ക് ചെയ്യുന്ന സർവീസിന് അവർക്കുള്ള സാലറി കൊടുക്കുക അല്ലെങ്കിൽ വേജസ് കൊടുക്കുക, ആ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. മറ്റ് ബെനിഫിറ്റ്സ് കൂടി പ്രൊവൈഡ് ചെയ്യുന്ന വലിയ ഫേംസ് ഒക്കെ ഉണ്ട്. അങ്ങനെ അല്ലാത്ത ഓർഗനൈസ്ഡ് അല്ലാത്ത സെക്ടേഴ്സിൽ ജോലി ചെയ്യുന്നവരെ കൂടി പ്രൊട്ടക്ട് ചെയ്യുക, അവരുടെ ലൈഫിന് സെക്യൂർ ആക്കുക എന്നുള്ളത് കൂടിയാണ്, അല്ലെങ്കിൽ അവരുടെ ഹെൽത്തിനെ സെക്യൂർ ആക്കുക എന്നുള്ളത് കൂടിയാണ് RSBY എന്ന് പറയുന്ന സ്കീമിന്റെ പ്രത്യേകത അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി അവിടെ എന്തൊക്കെ ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞല്ലോ. ഒരു സം ഓഫ് ₹30,000 ഫാമിലിക്ക്, അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനും, അതുപോലെ അവർക്ക് 30,000 രൂപ വരെ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റലൈസേഷൻ കവറേജ് കിട്ടുന്നുണ്ട്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നേരത്തെ തന്നെ ഉണ്ടായിരുന്ന രോഗങ്ങൾക്കുള്ള കവറേജ് കിട്ടുന്നുണ്ട്. ആൻഡ് ഷിഫ്റ്റിംഗ് എക്സ്പെൻസസ് മീൻസ്, അതായത് ഇപ്പൊ ചിലപ്പോൾ ചില ഹോസ്പിറ്റൽസിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു എന്താ പറയാ ഫെസിലിറ്റി ആ ഒരു ഹോസ്പിറ്റലിൽ ഇല്ല. ചിലപ്പോ ആ ഒരു എന്താ പറയാ രോഗിക്ക് കൊടുക്കേണ്ട ചില ഫെസിലിറ്റീസും ആ രോഗവുമായി ബന്ധപ്പെട്ടില്ല എങ്കിൽ അവർ ചിലപ്പോൾ അതിന്റെ ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽസിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഏകദേശം ഒരു up to ₹1000 അതിന്റെ ഒരു കണക്കും അവർ പറയുന്നുണ്ട്. 1000 രൂപ വരെ ഷിഫ്റ്റിംഗ് എക്സ്പെൻസ് അവർ വഹിക്കുന്നുണ്ട്. ക്യാഷ്ലെസ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് ആണ്. ₹30 per annum, ഒരു വർഷത്തിൽ 30 രൂപയാണ് അതിന്റെ പ്രീമിയം ആയിട്ട് വരുന്നുള്ളൂ ഇതിനകത്ത് അംഗമാകാൻ. ഓക്കെ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ? അടുത്ത പൊക്കോട്ടെ. എല്ലാവരും ജോയിൻ ചെയ്തല്ലോ. 20 കുട്ടികളുടെ കൂടുതൽ വരും എന്ന് പറഞ്ഞു. അപ്പൊ 20 കൂടുതലായിട്ടുണ്ട്. സോ നെക്സ്റ്റ് പോർഷൻ ഇതാണ്. ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള ചില ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളുടെ പേരുകളാണ്. ഓക്കെ, തേർഡ് പാർട്ടി പറഞ്ഞെടുത്താൽ മതിയോ? ഇതൊക്കെ എടുത്തതാണോ? പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഈ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ കുറച്ചുണ്ടെന്ന് പറഞ്ഞു. ആ പ്ലാനുകളൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. എന്തൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികൾ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട്, ഈ പ്ലാനുകളെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. അതിലൊക്കെ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ബെനിഫിറ്റ് ഒക്കെ നോക്കി അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ കൃത്യമായി വായിച്ച് മനസ്സിലാക്കി ഏതെങ്കിലുമൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയിൽ ഭാഗമാകുന്നത് നമുക്ക് എല്ലാവർക്കും
വളരെ നല്ല കാര്യമായിരിക്കും. കാരണം നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് ചെയ്യുന്ന കാര്യമാണ് ഏത് നേരം എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വന്നിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നു അല്ലെ, വീട്ടിലെ ഏതെങ്കിലുമൊക്കെ മെമ്പേഴ്സിനൊക്കെ എപ്പോഴെപ്പോഴൊക്കെ അസുഖങ്ങൾ മാറി മറിഞ്ഞൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. സോ അങ്ങനെയുള്ള ഒരു ലൈഫാണ് നമ്മുടേത്. ആ ലൈഫിന്റെ ആ ഒരു പ്രത്യേകത ലൈഫ് സ്റ്റൈലൊക്കെ തന്നെയാണ് ഇങ്ങനെയുള്ള കുറെ ഡിസീസസ് ഒക്കെ പെരുകാനുള്ള കാരണം. പക്ഷെ അങ്ങനെ അതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനും അതിൽ നിന്നൊക്കെ കുറച്ച് എക്സ്പെൻസ് ഒക്കെ നമുക്ക് വരുന്നത് കുറെയൊക്കെ നമുക്ക് എന്താ പറയാ ഇൻഡെമിനിഫൈ ചെയ്ത് കിട്ടാനും കൂടി ഒക്കെ വേണ്ടിയിട്ടാണ് ഇത്തരം ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ എടുക്കാനായിട്ട് പറയുന്നത്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് തേർഡ് പാർട്ടി ഹെൽത്ത് ഇൻഷുറൻസ്, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇൻ ഹെൽത്ത് ഇൻഷുറൻസ്. അതായത് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് മീൻസ് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, അഡ്മിനിസ്ട്രേറ്റേഴ്സ് വിളിക്കുക. എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന. ഇവിടെ എന്ത് മാനേജ് ചെയ്യുന്ന ആളുകളെയാണെന്ന് നമുക്ക് നോക്കാം. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് maybe an agency or company or organization those who held license from IRDA to process claims. ക്ലെയിമുകൾ പ്രോസസ് ചെയ്ത് കൊടുക്കാനായിട്ട് ലൈസൻസ് കിട്ടിയിരിക്കുന്ന ഒരു കമ്പനിയെയോ ഓർഗനൈസേഷനെയോ അല്ലെങ്കിൽ ഏജൻസിനെയോ വിളിക്കുന്ന പേരാണ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിയുമ്പോൾ നമുക്ക് ആ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ക്ലെയിം കിട്ടണം അല്ലെ. ക്ലെയിം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ റിക്വസ്റ്റ് ആണ് ഇൻഷുറൻസ് കമ്പനിയോട്, ഞാനിങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, എന്റെ ചെലവുകൾ മീറ്റ് ചെയ്യണം എന്നുള്ള ഒരു കാര്യം നമ്മൾ അറിയിക്കും. ആ അറിയിക്കുന്നത് നേരിട്ട് ഇൻഷുറൻസ് കമ്പനിയെ ചിലപ്പോൾ നമ്മൾ അറിയിച്ചില്ല എങ്കിലും തേർഡ് പാർട്ടി, അതായത് ഇതിന്റെ ഒരു ഇന്റർമീഡിയറി, എന്തിനും ചിലപ്പോഴൊക്കെ ചില ഇന്റർമീഡിയറീസ് ഉണ്ടായിരിക്കും, ബ്രോക്കേഴ്സ് പോലെയൊക്കെ. എന്ന് വെച്ചാൽ നമ്മളെ ആ ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് കണക്ട് ചെയ്യാൻ, നമ്മളെ അല്ല, നമ്മളെ ഡയറക്ട്ലി അല്ല, നമ്മളുടെ ഹോസ്പിറ്റലിനെ, നമ്മൾക്ക് ഹെൽത്ത് കെയർ തരുന്ന ആ ഹോസ്പിറ്റലിനെ അവർക്കാണ് കാശ് കിട്ടേണ്ടത്. നമുക്ക് കിട്ടേണ്ട ട്രീറ്റ്മെന്റ് പൈസ പ്രൊവൈഡ് ചെയ്യേണ്ടത് ഹോസ്പിറ്റലിലേക്കാണ്. അപ്പൊ അവരെയും ഇൻഷുറൻസ് കമ്പനിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജ് പോലെ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് പോലെ പ്രവർത്തിക്കുന്ന ഏജൻസി, അവരെയാണ് എന്ത് വിളിക്കുക, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് വിളിക്കുക. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കണം. അപ് ടു പ്രോസസ് ക്ലെയിം അവിടെ വരെ അണ്ടർലൈൻ ചെയ്താൽ മതി. അപ്പൊ ഇനി മാത്രമല്ല ഇവര് ഒരുപാട് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ സർവീസസ് ഈ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് അവരുടെ കസ്റ്റമേഴ്സിന്, അതായത് പേഷ്യൻസിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ദേ പ്രൊവൈഡ് ഹൈ ക്വാളിറ്റി കെയർ അവർ സർവീസ്. ഇവര് വളരെ നല്ല രീതിയിലുള്ള സർവീസ് കൊടുക്കുന്നു. ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റൽസ് ഇവര് പേഷ്യൻസിന് എന്ത് ചെയ്തു, പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹോസ്പിറ്റൽസിൽ അവർക്ക് വേണ്ട നല്ല ബെറ്റർ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലൊക്കെ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. ആൻഡ് that means third party administrators in the stakeholders, that means അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബന്ധപ്പെട്ടവരാണ് പ്രധാനമായിട്ടും ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾ. ഇൻഷുറൻസ് കമ്പനി, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, that is the hospital and the policy holders എന്ന് പറഞ്ഞ പേഷ്യൻസ്. ഇവരെ മൂന്നുപേരെയും തമ്മിൽ ബന്ധിക്കുന്ന അല്ലെങ്കിൽ ഇവർ മൂന്നുപേരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മളുടെ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ക്ലിയർ ആയോ? ആ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് TPA. TPAയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ്? ഇൻഷുറൻസ് കമ്പനി, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആൻഡ് പോളിസി ഹോൾഡേഴ്സ്. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? യെസ്. ഇനി വാട്ട് ദേ ഡു, ഈ പറയുന്ന TPA എന്താണ് ചെയ്യുന്നത്? ഇവർക്ക് എന്തെങ്കിലും എന്ത് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇനി. അപ്പൊ ഇവര് ക്ലെയിമുകൾ പ്രോസസ് ചെയ്ത് കൊടുക്കുന്ന അതിന്റെ ഒരു ഇന്റർമീഡിയറി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആരൊക്കെ തങ്ങളുടെ അടുത്ത് പേഷ്യൻസ് ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിയുമ്പോൾ തങ്ങളെ സമീപിക്കുന്നു, അപ്രോച്ച് ചെയ്യുന്നുവോ അവർക്ക് വേണ്ട സേവനങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുക. അവർ പ്രധാനമായിട്ടും തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ അപ്രോച്ച് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രോസസ് ദെയർ ക്ലെയിം, അവരുടെ ക്ലെയിമുകളുടെ ബാക്കിയുള്ള പ്രോസസ്സിങ് നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ സമീപിക്കുന്നത്. സോ അങ്ങനെ വരുമ്പോ വാട്ട് ദേ ഡു, അവരെന്താ ചെയ്യുന്നത്? അതിന് വേണ്ടിയിട്ട് IRD ആണ് ഇവർക്ക് ലൈസൻസ് കൊടുത്തിരിക്കുന്നത്. ഈ ക്ലെയിമുകളൊക്കെ നിങ്ങൾ പ്രോസസ് ചെയ്ത് കൊടുക്കണം. ആൻഡ് ഫോർ ദാറ്റ് പർപ്പസ് ദേ ഹാവ് ടു മെയിൻറ്റെയിൻ ഇൻ ദെയർ ഹൗസ് അല്ലെങ്കിൽ ഇൻ ദെയർ ഓൺ ഹൗസ് ദേ ഹാവ് ടു മെയിൻറ്റെയിൻ എ ഡോക്ടർ, എ ഹോസ്പിറ്റൽ മാനേജർ, എ ലീഗൽ എക്സ്പെർട്ട്, ഇൻഷുറൻസ് കൺസൾട്ടൻസ്, IT പ്രൊഫഷണൽസ് ആൻഡ് ഓൾസോ മാനേജ്മെന്റ് കൺസൾട്ടൻസ്. ഇവരുടെ കൂടെ, അതായത് ഈ TPAയുടെ ഒപ്പം പ്രവർത്തിക്കേണ്ട അവരുടെ ആ ഒരു യൂണിവേഴ്സിൽ എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ഗ്രൂപ്പില് ഇവർക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കുറച്ച് ആൾക്കാരുണ്ട്. ഇവരെപ്പോഴും അവരുടെ കയ്യിലുണ്ടായിരിക്കണം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഈ പേഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവരെയൊക്കെ സമീപിക്കേണ്ടി വന്നാൽ ആ നേരത്തിന് ഓടാതെ അവരുടെ ആ ഹൗസിൽ എന്ന് വെച്ചാൽ അതൊരു ഏജൻസിയാണ്, ഒരു ഹൗസ് ആണ്, ആ ഹൗസിൽ ഇവരെ കൂടി ഉൾപ്പെടുത്തിയിരിക്കണം. ആരൊക്കെ ഉണ്ടാവണം? മെഡിക്കൽ ഡോക്ടർ എന്ന് വെച്ചാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൗൺസിൽ അംഗീകരിച്ചിരിക്കുന്ന ഒരു ഡോക്ടർ തന്നെ വേണം എന്നുള്ളത് നിർബന്ധമാണ്. പിന്നെ ആരാണ് വേണ്ടത്? ഹോസ്പിറ്റലിന്റെ
മാനേജർ, പിന്നെ ആരാണ് ലീഗൽ എക്സ്പേർട്സ്. ചിലപ്പോൾ നിയമപരമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അവരുമായിട്ടൊക്കെ കൺസൾട്ട് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് ലീഗൽ എക്സ്പേർട്സ് ഉണ്ടായിരിക്കണം. ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇൻഷുറൻസ് കൺസൾട്ടൻസ് ഉണ്ടായിരിക്കണം. IT പ്രൊഫഷണൽസ് ഈ കാര്യങ്ങളൊക്കെ ഫാക്സ് ചെയ്യാനും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഡോക്യുമെന്റുകൾ സ്കാൻ ചെയ്തൊക്കെ കേൾക്കാനും ഒക്കെ അറിയാവുന്ന IT പ്രൊഫഷണൽസ് ഇതിന്റെ കൂടെ ഉണ്ടായിരിക്കണം. ആൻഡ് ഓൾസോ മാനേജ്മെന്റ് കൺസൾട്ടൻസ്, ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൺസൾട്ടൻസ് ഇവരുടെ ഇൻ ഹൗസിൽ ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ ഇവരൊക്കെ ഇവർക്ക് അവിടെ റെഡിയാക്കി നിർത്തിയാലാണ് ഈ പേഷ്യൻസ് എന്തെങ്കിലുമൊക്കെ ക്ലെയിമിംഗ് പ്രോസസ്സുമായിട്ട് വരുമ്പോ പെട്ടെന്ന് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റും, ഒത്തിരി ഡിലേ വരും. ഡിലേ വന്നു കഴിഞ്ഞാൽ പേഷ്യന്റ് വിൽ നോട്ട് ബി സാറ്റിസ്ഫൈഡ്. അവർക്ക് കിട്ടേണ്ട ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് കൃത്യസമയത്തിന് കിട്ടിയില്ലെങ്കിൽ അവർക്ക് ദേഷ്യം കയറും അല്ലെ. പേഷ്യൻസിന് തൃപ്തിയാവില്ല. അവര് പല രീതിയിലും ആളുകളോട് ഒരു 10 ആളോട് പറഞ്ഞാൽ തന്നെ അത് ഹോസ്പിറ്റലിന്റെ ഇമേജിനെ ബാധിക്കും, ഇൻഷുറൻസ് കമ്പനിയുടെ ഇമേജിനെ ബാധിക്കും. അങ്ങനെ അതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പ്രോസസ് ചെയ്യേണ്ടി വരും. ആ പ്രോസസ്സിംഗിൽ ഇവരെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ ഇവരുടെ ഹൗസിൽ എപ്പോഴും വേണമെന്ന്. ആരൊക്കെയാണ് ഹൗസിൽ വേണ്ടവര്? മെഡിക്കൽ ഡോക്ടേഴ്സ് വേണം. അതായത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിസിൻ അംഗീകരിച്ചിരിക്കുന്ന ഡോക്ടേഴ്സ് തന്നെ വേണം. ഏതെങ്കിലും ഒരു ഡോക്ടർ എന്താ പറയാ പഠിച്ചുകൊണ്ടിരിക്കുന്നവരോ അങ്ങനെയൊന്നും പറ്റില്ല, കേട്ടല്ലോ. ഇനി ഹോസ്പിറ്റലിന്റെ മാനേജർ, ലീഗൽ എക്സ്പേർട്സ്, ഇൻഷുറൻസ് കൺസൾട്ടൻസ്, IT പ്രൊഫഷണൽസ്, അതായത് നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി പ്രൊഫഷണൽസ്, അതുപോലെ തന്നെ മാനേജ്മെന്റ് കൺസൾട്ടൻസ്. അപ്പൊ ഇവരെയൊക്കെ ഒത്തുചേർന്ന് എപ്പോഴും റെഡിയാക്കി നിർത്തിക്കൊള്ളണം. ഏത് പേഷ്യൻസ് വന്ന് നമ്മളോട് എന്താ പറയാ ക്ലെയിം ചെയ്യുമ്പോഴും ഇവരുടെയൊക്കെ ചിലപ്പോൾ സഹായം, ഹെൽപ്പ് ഇവർക്ക് ആവശ്യമുണ്ടായിരിക്കും. അന്നേരം ഓടിപ്പോയിട്ട് അയ്യോ ഇവരാണോ ഒരു കണ്ടെത്ത പിടിച്ചത് വരുമ്പോ സമയം പോകും. അതുകൊണ്ടാണ് ലാഗ് ചെയ്യാതിരിക്കാൻ ഇൻ ഹൗസിൽ ഇവരെ എല്ലാവരെയും മെയിൻറ്റെയിൻ ചെയ്യണം. ക്ലിയർ? മനസ്സിലായോ ഒന്നാമത്തെ പോയിന്റ്? And these team of professionals, they have to also make sure that there is no false claim made by any patient. ആരും തന്നെ തെറ്റായ രീതിയിലുള്ള ക്ലെയിമുകൾ വെക്കുന്നില്ല, അൺവാണ്ടഡ് ട്രീറ്റ്മെന്റ് വെറുതെ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നൊക്കെ ഉറപ്പുവരുത്തുകയും and also they have to increase or enhance, improve their quality of service. അവർ കൊടുക്കുന്ന സേവനങ്ങൾ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യുക at lower insurance premium. ഏറ്റവും ചുരുങ്ങിയ നിലയിലുള്ള ഇൻഷുറൻസ് പ്രീമിയം വാങ്ങിച്ച് ആളുകൾക്ക് ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കുക, അവരെ സാറ്റിസ്ഫൈഡ് ആക്കുക, അവരുടെ സ്വന്തം സർവീസ് അതോടൊപ്പം വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിനൊക്കെ വേണ്ടി ചില ആൾക്കാരുടെ തല്ലുപിടുത്തവും ഒക്കെ ചെയ്തിട്ട് സ്വന്തമായിട്ട് വരുത്തി വെച്ചിട്ടൊക്കെ ഇൻഷുറൻസ് ഉള്ള ആളാണെന്ന് പറഞ്ഞിട്ട് വേറെ ഇൻഷുറൻസിനെ ക്ലെയിം ചെയ്യാനൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, എല്ലാ ഇൻഷുറൻസിനും അതിൻ്റെതായ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ അതനുസരിച്ച് മാത്രമേ അവർക്ക് ക്ലെയിമുകൾ ചോദിച്ചാലും അത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ അൺവാണ്ടഡ് ആയിട്ടുള്ള വല്ല ട്രീറ്റ്മെന്റ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നുണ്ടോ, അതുപോലെ തെറ്റായ ക്ലെയിമുകൾ നടത്തുന്നുണ്ടോ, ഇതൊക്കെ ഉറപ്പുവരുത്തണം. അതൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയാലാണ് ഞാൻ ആരെങ്കിലും ഒക്കെ വന്ന് ക്ലെയിം ചോദിച്ചു, ശരി ഓക്കെ അവരുടെ ക്ലെയിം ശരിയാണ്, ക്ലെയിം തന്നെ കൊടുത്തോ, പക്ഷെ അതിന്റെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ അവർ വെച്ചിരിക്കുന്ന മറ്റു കാര്യങ്ങളോ ഡോക്യുമെന്റുകളോ ഒന്നും ക്ലിയർ അല്ലാതെയാണ് അത് കൺഫേം ചെയ്ത് കൊടുത്തിരിക്കുന്നതെങ്കിൽ പിന്നീട് അതിന് എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം ഈ പറയുന്ന TPA ആ ക്ലെയിമിംഗ് പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അല്ലാതെ പ്രൊസീഡ് ചെയ്യാനായിട്ട്. ക്ലിയർ ആയോ? രണ്ടാമത്തെ പോയിന്റ് മനസ്സിലായോ? The team of these professionals have to make sure that there are no false claims and also limit unwanted treatment. ആവശ്യമില്ലാത്ത ട്രീറ്റ്മെന്റ് കൊടുത്ത് ഇൻഷുറൻസ് കമ്പനിക്ക് കൂടി നഷ്ടം വരുത്തി വെക്കാൻ പാടില്ല അല്ലെ. ചില ആൾക്കാർ തല്ലുകൊടുക്കുന്നതൊക്കെ പറഞ്ഞില്ലേ, തല്ലുകൊടുത്തൊക്കെ ഉണ്ടാക്കി സ്വന്തമായിട്ട് എന്തെങ്കിലും ആരെങ്കിലുമായിട്ട് തല്ലുപിടിച്ചു, പക്ഷെ തല്ലുകൊടുത്തതിലൊന്നും പറ്റിയില്ല, അവർക്ക് സ്വന്തമായിട്ട് മുറിവേൽപ്പിച്ചു, അവർ പോയി ആശുപത്രി കിടന്നു. ആരെങ്കിലുമൊക്കെ വിറ്റ്നസ്സുകൾ കണ്ടവരുണ്ടെങ്കിൽ അവരെയൊക്കെ വരുത്തി കഴിഞ്ഞാൽ ആ പറഞ്ഞിരിക്കുന്ന ട്രീറ്റ്മെന്റ് തെറ്റായ രീതിയിലാണ് കൊടുക്കണേ അല്ലെ. അപ്പൊ ആൾ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവോ? ഇല്ല. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി വേണം പ്രവർത്തിക്കാനായിട്ട് TPA. അപ്പൊ അതനുസരിച്ച് അവരുടെ ക്വാളിറ്റി സർവീസസ് എന്ത് ചെയ്യുക, കൊടുക്കാം പേഷ്യൻസിന്. ആൻഡ് ഇതിന് വേണ്ടിയിട്ട് ഫോർ ദ സർവീസസ് പ്രൊവൈഡഡ് ബൈ TPA അവർ കൊടുക്കുന്ന സേവനങ്ങൾക്ക് ദേ ആക്സെപ്റ്റ് എ ഫീസ്. അവർക്ക് ഒരു ഫീസ് ഉണ്ട്. അത് കൊടുക്കുന്നത് ആരാണ്? നമ്മളല്ല. അപ്പൊ ഞാനാണ് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നത്, അപ്പൊ എന്തെങ്കിലും എനിക്കല്ലേ സഹായം ചെയ്തു കിട്ടുന്നത്, പക്ഷെ നമ്മളല്ല അതിന്റെ പേയ്മെന്റ് കൊടുക്കേണ്ടത്. കാരണം ഇതിന് ഇൻഷുറൻസ് കമ്പനിക്ക് IRDA ഇവർക്ക് ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് കമ്പനി ഹാവ് ടു പ്രൊവൈഡ് ദ ഫീസ് ഫോർ TPA. TPAയുടെ ഫീസ് കൊടുക്കുന്നത് ആരായിരിക്കണം? ഇൻഷുറൻസ് കമ്പനി ആയിരിക്കും കൊടുക്കണേ. അതും ഒരു എമൗണ്ട് അവർ പറയുന്നുണ്ട് 5.5% ഓഫ് ദ പ്രീമിയം. പ്രീമിയത്തിന്റെ 5.5% എന്താണ് ഫീസ് ആയിട്ട് ആർക്ക് സ്വീകരിക്കാം?
TPA സ്വീകരിക്കാം. ഓരോ ക്ലയന്റിന്റേതും, ഓരോ പേഷ്യന്റിന്റേതും, അല്ലെങ്കിൽ ഓരോ കസ്റ്റമറിന്റേതും, അങ്ങനെ പല പേരുകൾ നമുക്ക് പറയാം. ഇവരുടെ ക്ലെയിം പ്രോസസ് ചെയ്താൽ കൊടുക്കാൻ വേണ്ടി തങ്ങളെ സമീപിക്കുന്ന ആർക്കും ഇവർക്ക് ചെയ്തു കൊടുക്കുന്ന സേവനങ്ങൾക്ക് ഒരു ഫീസ് ഉണ്ട്. അത് നമ്മളല്ല കൊടുക്കേണ്ടത്. അതായത് ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ആളല്ല, ഇൻഷുറൻസ് അല്ല കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ പോളിസി ഹോൾഡർ അല്ല കൊടുക്കേണ്ടത്. ഇൻഷുറൻസ് കമ്പനി ഹാവ് ടു പ്രൊവൈഡ് ദാറ്റ് ഫീസ്. ആ ഫീസ് കൊടുക്കേണ്ടത് അവരാണ്. അപ്പൊ എന്തൊക്കെയാണ് ഇത് ചെയ്യുന്നത് മനസ്സിലായല്ലോ. TPA എന്ന് പറയുന്നത് അവരുടെ ഇൻ ഹൗസിൽ they have to maintain a medical doctor, legal experts, hospital managers, insurance consultants, IT professionals and also management consultants. അവരെയൊക്കെ തന്നെ ഇൻ ഹൗസിൽ എപ്പോഴും അവരെ റെഡിയാക്കി നിർത്തിക്കോണം. And also they have to make sure that there is no false claims made by any patient. And also they have to limit the unwanted treatment. Unwanted ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളെ പരിമിതപ്പെടുത്തണം. തെറ്റായ ക്ലെയിമുകളായി നടത്തിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. And they have to increase or improve their quality services. അവരുടെ സർവീസസിന്റെ ക്വാളിറ്റി, ഗുണമേന്മ വർദ്ധിപ്പിക്കുക അറ്റ് ലോവർ ഇൻഷുറൻസ് പ്രീമിയം. എങ്ങനെ? ഏറ്റവും ചുരുങ്ങിയ ഇൻഷുറൻസ് പ്രീമിയത്തിൽ. ഓക്കെ. ആൻഡ് അതിന് വേണ്ടിയിട്ട് അവർക്ക് ഒരു ഫീസ് കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് 5.5% ഓഫ് ദ പ്രീമിയം വിച്ച് ഈസ് പ്രൊവൈഡഡ് ബൈ ഇൻഷുറർ. ഇൻഷുറർ ആണ് ആ പ്രീമിയം കൊടുക്കുന്നത്. 5.5%. ക്ലിയർ ആയോ? ഓക്കെ അല്ലോ? യെസ്. നെക്സ്റ്റ് അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ദ റോൾ ഓഫ് TPA. ഇനി TPA എന്തൊക്കെ റോളാണ് ഇവിടെ വഹിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാ TPA ചെയ്യുന്നത്? TPA ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി അവർ എന്ത് കാര്യം ഇതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? They have a connection with the policy holder and the insurance company. അല്ലെ? ഈ TPA പോളിസി ഹോൾഡറും ഇൻഷുറൻസ് കമ്പനിയുമായിട്ടൊരു നല്ലൊരു അഭേദ്യമായ ബന്ധമുണ്ട്. ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി അവർക്ക് ബന്ധമുണ്ട്. ഇനി അങ്ങനെ ബന്ധമുള്ള ഈ TPA whenever a patient or customer approaches them for processing claim പ്രോസസ് ചെയ്യാനായിട്ട് തങ്ങളെ സമീപിക്കുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ കസ്റ്റമർ, അവർക്ക് they will provide an identification number. ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്ന് വെച്ചാൽ ഒരു ID കാർഡ് കൊടുത്തിരിക്കും TPA. അതായത് അവരുടെ ക്ലെയിമിംഗ് പ്രോസസ്സുകളൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ചില സ്ഥലങ്ങളിലും അതിൻ്റെതായ ബന്ധപ്പെട്ട കാർഡ് വയ്ക്കും അല്ലെ. അപ്പൊ ക്ലെയിം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു കാർഡ് അവർക്ക് അതിന് വേണ്ടി TPA പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ കാർഡ് നമുക്ക് ക്ലെയിം സെറ്റിൽമെന്റിന്റെ അവസാനം വരെ വി ക്യാൻ യൂസ് ഇറ്റ്. ആ ക്ലെയിം സെറ്റിൽ ചെയ്ത് കിട്ടുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം? ആ കാർഡ് ഉപയോഗിക്കാം. അപ്പൊ ഒരു കാർഡ് തങ്ങളെ സമീപിക്കുന്ന പേഷ്യൻസിന് ആദ്യം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നു. ഒരു ID കാർഡാണ് വിത്ത് ഐഡന്റിഫിക്കേഷൻ നമ്പർ. ID നമ്പർ കൂടി ഉൾപ്പെടുത്തിയ ഒരു ID കാർഡ് നമുക്ക് കൊടുത്തിരിക്കും. ആർക്ക് കൊടുത്തിരിക്കും? കസ്റ്റമേഴ്സിന് കൊടുത്തിരിക്കും. ആൻഡ് ഓൾസോ they have to maintain the records of the patients or the customers those who are approaching them or the admitted patients. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത പേഷ്യൻസ് ആണല്ലോ ക്ലെയിമിന് വേണ്ടി ചോദിക്കുക. അങ്ങനെയുള്ളവരുടെ ഒരു തങ്ങളെ സമീപിച്ചിരിക്കുന്ന അങ്ങനെയുള്ള പേഷ്യൻസിന്റെ ഒരു ലിസ്റ്റ്, ഒരു റെക്കോർഡ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം പിന്നീട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇവർക്ക് അതിന്റെ ഇൻഫർമേഷൻസ് അതിൽ നിന്നൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിലേ അപ്പൊ ആ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് ഏത് പേഷ്യന്റ് ആണ്, ആ പേഷ്യന്റിന് ഒരു ID നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ, ആ നമ്പർ എത്രയാണ്, എന്താണ് ആളുടെ അസുഖം, എന്ത് ട്രീറ്റ്മെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ആളെടുത്തിരിക്കുന്നത്, അത് ഏത് കമ്പനിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അടങ്ങിയ ഡീറ്റെയിൽസ് അതൊക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കണം. ആഫ്റ്റർവേർഡ്സ് പിന്നീട് എന്ത് കാര്യം റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ചില കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ല അല്ലെ. ചില കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു, എവിടെയെങ്കിലുമൊക്കെ എഴുതി വെക്കും. നമ്മുടെ വീടുകളിലാണെങ്കിലും ഡെയിലി ലൈഫിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കുറെയൊന്നും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ല. നമ്മുടെ വീടുകളിൽ നമ്മൾ എന്താ പറയുക നിത്യോപയോഗ സാധനങ്ങളൊക്കെ വാങ്ങിക്കും, ബേസിക് നീഡ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കും. അതൊന്നും നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കില്ല അല്ലെ. അതേസമയം വിദേശത്തായിരിക്കുന്ന ഹസ്ബൻഡ് ഭാര്യയ്ക്ക് എന്താ പറയാ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മാസം ഇത്ര രൂപയൊക്കെ ചെലവ് കൊടുക്കും അല്ലെ. അപ്പൊ അതിന് എന്താ പറയാ കൂടുതൽ പൈസ ഒക്കെ കൂടുതലായിട്ട് ഹ്യൂജ് എമൗണ്ട് ഒക്കെ സ്പെൻഡ് ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വൈഫ് അവിടെ നോട്ട് ചെയ്ത് വെക്കും. എന്താ കാരണം? പിന്നീട് അതൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നതിന് ഉപയോഗിച്ചു, ഇന്ന കാര്യമാണ്, പൈസ ഇന്നതിനാണ് നമ്മൾ സ്പെൻഡ് ചെയ്തത് എന്നൊക്കെ അറിയാൻ വേണ്ടിയല്ല. പഞ്ചസാര അടി വാങ്ങിച്ച കാര്യവും നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ട. അങ്ങനെ നമ്മുടെ ഇതുപോലെ തന്നെ എന്താ എല്ലാ കാര്യങ്ങൾക്കും കുറെ കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിനാ പിന്നീടുള്ള ഫ്യൂച്ചറിലുള്ള നമ്മുടെ ഇൻഫർമേഷൻസിലേക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ ഈച്ച് ആൻഡ് എവറി പേഷ്യൻസ് ദോസ് ആർ അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ അവരുടെ ഒരു റെക്കോർഡ് ഈ പറയുന്ന TPA എന്ത് ചെയ്യുന്നു? മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നു. അത് അവരുടെ ഡ്യൂട്ടിയാണ്, അത് മസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി വെക്കാം. ആൻഡ് ഓൾസോ ദിസ് TPA പ്രൊവൈഡ്സ് ഓർ ഗ്യാരണ്ടീസ് or promises smooth coordination.
ഇവര് കൊടുക്കുന്ന സേവനങ്ങളൊക്കെ കൃത്യമായിട്ട് ക്ലെയിം ഒക്കെ പ്രോസസ് ചെയ്ത് കൊടുക്കാം. നിങ്ങളെയും ഇൻഷുറൻസ് കമ്പനിയും തമ്മിൽ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ക്യാഷ്ലെസ് ക്ലെയിം കിട്ടുന്നത് വരെ ഞങ്ങൾ ഒപ്പം ഉണ്ട്, നിങ്ങളുടെ ക്ലെയിം സെറ്റിൽ ചെയ്ത കാര്യങ്ങൾ വരെയൊക്കെ ഒപ്പം ഉണ്ടാകുന്നുള്ളത് എന്താണ് ഇവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ക്ലെയിം സെറ്റിൽമെന്റ് ചെയ്തു കൊടുക്കുന്ന TPA ഒരു ഉറപ്പാണ് എന്ത്, ഞങ്ങൾ നിങ്ങളുടെ ക്ലെയിമുകൾക്ക് സെറ്റിൽ ചെയ്തു തരാം, ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാം. That means TPA offers end back support ആണ്. ബാക്ക് എൻഡ് സപ്പോർട്ട് ആണെന്ന് വെച്ചാൽ അവസാനം വരെ കൂടി എത്തുന്നത്. എപ്പോൾ തങ്ങളെ സമീപിക്കുന്ന പേഷ്യന്റ് അവർക്ക് ക്ലെയിമിംഗ് ചെയ്ത് തുടങ്ങി അല്ലെങ്കിൽ ആ പ്രോസസ്സിംഗിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ ഒരു ക്ലെയിം എനിക്ക് ആവശ്യമുണ്ട്, ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആണെന്ന് പറഞ്ഞിട്ട് TPA സമീപിക്കുമ്പോൾ അപ്പം മുതൽ അവരുടെ ക്ലെയിം സെറ്റിൽ ചെയ്ത് അവസാന പ്രൊസീജിയർ കടന്നു പോയത് വരെ കാശ് ഇവരുടെ കയ്യിലേക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ അക്കൗണ്ടിലേക്ക് ചെല്ലുന്നത് വരെയുള്ള എല്ലാത്തിനും കൂടെ നിൽക്കും. അതാണ് ബാക്ക് എൻഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ക്ലെയിം സെറ്റിൽമെന്റ് TPA മറ്റൊരു റോളാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? ആദ്യം TPA has given a number or an ID number which can be used for the claim settlement by the patients. Patients അവരുടെ ക്ലെയിമുകൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടി TPA ഒരു ID നമ്പർ, ഐഡന്റിഫിക്കേഷൻ നമ്പർ, ID കാർഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു മെയിൻറ്റെയിൻ, TPA അവരുടെ അഡ്മിറ്റഡ് പേഷ്യൻസിന്റെ ഒരു റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യണം. ക്ലെയിം സെറ്റിൽമെന്റ് ആണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി. അപ്പൊ അതിന് വേണ്ടിയിട്ട് ബാക്ക് എൻഡ് സപ്പോർട്ട് ഇവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഇനി ഫുൾ ടൈം സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. whenever necessary we can contact the TPA നെ എപ്പോ വേണമെങ്കിലും നമുക്ക് സമീപിക്കാം. കാരണം എന്താണെന്നറിയാമോ? they provide full time support. That means 24/7 സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. 24 മണിക്കൂറും അവരുടെ സേവനം നമുക്ക് വേണ്ടി ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ we can make enquiries and also get feedback whenever we need. എപ്പോഴൊക്കെ നമുക്ക് ആവശ്യമുണ്ട് ഇവരെ കോൺടാക്ട് ചെയ്യാം. കാരണം ഇവർ 24 മണിക്കൂർ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ഒരു നിശ്ചിത ടൈം ഉണ്ട് ഒരു ദിവസത്തില്. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം നമുക്ക് എന്തെങ്കിലും കാര്യം വന്നു ഇവരെ വിളിക്കണം, അല്ലെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇവരെ അപ്രോച്ച് ചെയ്യണം. അപ്പൊ പറ്റില്ല, കാരണം അവിടെ ആ ഒരു ടൈം കഴിഞ്ഞു. പക്ഷെ ഇവിടെ TPA അങ്ങനെ ഒരു റോളാണുള്ളത്. 24/7 എപ്പോഴൊക്കെ ആളുകൾ കസ്റ്റമേഴ്സ് തങ്ങളെ സമീപിക്കുന്ന പേഷ്യൻസിന്റെ ആവശ്യങ്ങളുണ്ടോ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി ചോദിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട നെസസറി ഫീഡ്ബാക്കുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഫുൾ ടൈം സപ്പോർട്ടും TPA പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ബിയോണ്ട് ദിസ്, ഇതിനെല്ലാം പുറമെ സം അഡീഷണൽ സർവീസസ് ആർ ഓൾസോ പ്രൊവൈഡഡ് ബൈ TPA സച്ച് ആസ് ആംബുലൻസ് സർവീസസ് ആൻഡ് മെഡിക്കൽ സപ്ലൈ. അതായത് മെഡിസിൻസ് സപ്ലൈ ചെയ്യുക, മെഡിസിനൽ ആയിട്ടുള്ള മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും ഉൽപ്പന്നങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെറിയ ഇൻസ്ട്രുമെന്റ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതായത് രോഗിക്ക് അത്യാവശ്യം ഉപയോഗിക്കേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളും സപ്ലൈ ചെയ്യുന്നതിലും ആംബുലൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ചില എന്താ പറയാ ബന്ധപ്പെട്ട ചില ചെലവ് കൂടി നമ്മുടെ സേവനങ്ങളിൽ ഉൾപ്പെടുത്തി TPA പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയാണ് TPA പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? TPA റോളുകൾ മനസ്സിലായോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ലല്ലോ? അപ്പൊ നമ്മൾ ആ അഡീഷണൽ സർവീസസ് ഇല്ലേ, TPA ഓൾസോ പ്രൊവൈഡ് അഡീഷണൽ സർവീസസ്, അത് അണ്ടർലൈൻ ചെയ്യാമോ? പിന്നെ അതിന് തൊട്ട് മുകളിൽ ഫുൾ ടൈം സപ്പോർട്ടിനകത്ത് TPA ഹാവ് a 24/7 കസ്റ്റമർ സപ്പോർട്ട് സിസ്റ്റം, അതുകൊണ്ട് അണ്ടർലൈൻ ചെയ്യാമോ? വീണ്ടും അതിന്റെ തൊട്ട് മുകളിൽ TPA ഓഫേഴ്സ് ബാക്ക് എൻഡ് സപ്പോർട്ട്, അത് അണ്ടർലൈൻ ചെയ്യോ? ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ TPA പ്രൊവൈഡ്സ് പോളിസി ഹോൾഡർ വിത്ത് യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ആൻഡ് ID കാർഡ്, അതും അണ്ടർലൈൻ ചെയ്യാം. എല്ലാ പോയിന്റിലും ഓരോ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാനുണ്ട്. അഡീഷണൽ ആയിട്ട് നമുക്ക് ചോദിക്കാവുന്ന സിമ്പിൾ ചോദ്യങ്ങളാണ്. പറയട്ടെ അടുത്തത്. ഇനി നമ്മളുടെ ഇന്ത്യയിൽ ഫംഗ്ഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ചില തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ പേരുകളാണ്. അത്തരം ചില ഏജൻസികളുടെ പേരുകളാണ് നമുക്ക് തന്നേക്കണം, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള തേർഡ് പാർട്ടികൾ നമ്മുടെ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ചില ഏജൻസികളാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ അറിയില്ല, ക്ലെയിം ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല എങ്കിൽ വി ക്യാൻ അപ്രോച്ച് ദിസ് TPAs. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള TPA-കളെ സമീപിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ കുറച്ച് പേരുകളാണ് നമുക്ക് അടുത്തത് തന്നിരിക്കുന്നത്. യുണൈറ്റഡ് ഹെൽത്ത് കെയർ പനേക്, TPA പ്രൈവറ്റ് ലിമിറ്റഡ്, മീഡിയ അസിസ്റ്റ് ഇന്ത്യ, TPA private limited, MD India Healthcare, TPA Services Private Limited, Paramount Health Services and Insurance, TPA Private Limited,
E-Meditech TPA Services Limited, Heritage Health TPA Private Limited, Focus Healthcare Services TPA Private Limited, and Medicare TPA Services Private Limited. ഇതിന്റെയൊക്കെ പേരുകളാണ്. ഒക്കെ പ്രൈവറ്റ് ലിമിറ്റഡ് ഏജൻസി ഓർഗനൈസേഷൻ ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഒക്കെ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്, സ്വകാര്യ സ്ഥാപനങ്ങളാണ്. മനസ്സിലായോ? പേരുകൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാം, വിച്ച് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട്. ഒരു കുറച്ചുകൂടി എന്താ പറയാ, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഞാൻ പറയും, ഇതൊക്കെ നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിക്കാനായിട്ട് ഉദ്ദേശിക്കരുത്. ഇതൊക്കെ നമ്മൾ എസ്പെഷ്യലി നമുക്ക് നമ്മളുടെ കോഴ്സ് ഓഫ് ലൈഫിലൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. നമ്മുടെ കോഴ്സ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ യുവർ ലൈഫ് ഈസ് ഗോയിങ് ടു ബി ചേഞ്ച്ഡ്. തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ ജീവിതം മാറി പറയാൻ പോവുകയാണല്ലോ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഒക്കെ പഠിച്ച് നമ്മളുടെ ഒരു എന്താ പറയാ കോൺഫിഡൻസ് കൊണ്ട് നമ്മൾ ഒരു ജോലി എന്തായാലും സമ്പാദിച്ചോളണം എല്ലാവരും. നിങ്ങളൊക്കെ ഇനി ഞങ്ങള് എവിടെയെങ്കിലും ഹോസ്പിറ്റൽസിൽ ഇതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിട്ടൊക്കെ കാണാനായിട്ട് ഇടവന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാലോ അല്ലെ, ഞങ്ങൾക്ക് പഠിപ്പിച്ചു വിട്ട കുട്ടികളാണ് എന്നൊക്കെ. അപ്പൊ അതുപോലെയൊക്കെ കാണാൻ ഇടവരണം. അത് ആവണം നിങ്ങൾ. അതിനുവേണ്ടി മാക്സിമം ട്രൈ ചെയ്തോളണം. അതിന് എന്താ പറയാ വാല്യൂ കൊടുത്താലും നിങ്ങളത് നേടിയെടുത്തോളണം. അതിന് വേണ്ടിയിട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുമല്ലോ. അപ്പൊ ആ ചേഞ്ച് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് അറിയാൻ പാടില്ല. ഇത്രയും വലിയ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിച്ച് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവര് നമ്മളോട് എന്തെങ്കിലുമൊക്കെ എന്താ പറയാ പറയുകയാണെങ്കിൽ അപ്പൊ നമ്മളോട് ചോദിക്കും, അപ്പൊ ഇതൊക്കെ ഇൻഷുറൻസാ, എവിടേക്ക് എന്തൊക്കെ ഒരു പുക പോലെ കേട്ടിട്ടുണ്ട്, അല്ലാണ്ട് ഇതൊന്നും ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ അത്രയും പഠിച്ചില്ല. ഞങ്ങള് പരീക്ഷയ്ക്ക് വേണ്ടി ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടോ, ആ ക്വസ്റ്റ്യന് ആൻസർ ചെയ്താലേ ഞങ്ങൾ പഠിച്ചിട്ടുള്ളൂ. ഇതൊക്കെ എന്തൊക്കെ പറഞ്ഞതായിട്ടൊക്കെ ഓർമ്മയുണ്ട്, പക്ഷെ അതൊക്കെ കൃത്യമായിട്ട് അറിയില്ല എന്ന് പറയാനായിട്ട് ഇടവരരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ടത് ഗ്രാസ്പ് ചെയ്ത് വെക്കണം, മനസ്സിലാക്കി വെക്കണം. എന്നാലും നമുക്കതൊക്കെ എടുത്തിട്ട് എവിടെയെങ്കിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോസസിങ് എ ക്ലെയിം. ഒരു ക്ലെയിം എങ്ങനെയാ പ്രോസസ് ചെയ്ത് അതിന്റെ ബെനഫിറ്റ് ആ ബെനഫിഷ്യറിയുടെ കയ്യിലേക്ക് എത്തുന്നേ എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് നമ്മളിപ്പോ ഒരു ക്ലെയിം വെക്കുന്നത് മുതൽ അതിന്റെ റിസൾട്ട് എന്ന് വെച്ചാൽ അതിന്റെ ആ ബെനഫിഷ്യറിക്ക് കിട്ടണമല്ലോ, അതുവരെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടാണ് തന്നേക്കുന്നത്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഇൻഫോം ദ ഇൻഷുറൻസ് കമ്പനി അബൌട്ട് ദ അൺഫോർച്ചുനേറ്റ് ഇവന്റ് ദാറ്റ് ഹാസ് ഒക്കേർഡ് ഇൻ അവർ ലൈഫ്. തീർച്ചയായിട്ടും എന്തെങ്കിലും ഇപ്പൊ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ക്ലെയിം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ, ക്ലെയിം കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നമുക്ക് എന്തെങ്കിലും അസുഖം വരണം അല്ലെങ്കിൽ ആക്സിഡന്റ് വരണം, അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആകണം. അപ്പോഴാണ് നമുക്ക് ക്ലെയിമിന് വേണ്ടി ചോദിക്കാൻ പറ്റുക. അങ്ങനെ ഉള്ള ആ ഒരു കാര്യം, ആ ഒരു ഇവന്റ്, അൺഫോർച്ചുനേറ്റ് ഇവന്റ് എന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അൺഫോർച്ചുനേറ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് എന്ത് ചെയ്തിട്ടുണ്ട് ഉപയോഗിച്ചിട്ട്, ദാറ്റ് മീൻസ് അൺഫോർച്ചുനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അൺഫോർച്ചുനേറ്റിന്റെ ഓപ്പോസിറ്റ് ആണ്. എന്താണ് അൺഫോർച്ചുനേറ്റ് എന്ന് പറയുന്നത്? നിർഭാഗ്യകരമായ ആ ഒരു അവസ്ഥ, ആ ഒരു സംഭവം. എന്താ അത് നിർഭാഗ്യകരം? നമുക്കറിയാം, രോഗം എന്നത് അത്ര വലിയ നല്ല കാര്യമൊന്നുമല്ല അല്ലെ. രോഗമോ ആക്സിഡന്റോ ഒക്കെ വരുന്നത് നിർഭാഗ്യകരമായ സംഭവം തന്നെയാണ്. ആ ഒരു സംഭവം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആരെ അറിയിക്കണം? ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കണം. തൊട്ടടുത്ത സമയത്ത് അവര് നമുക്ക് ആപ്പിൾ മോർച്ചയ്ക്ക് വരാൻ വേണ്ടിയിട്ടാണോ? തീർച്ചയായിട്ടും അല്ല. അതിന് വേണ്ടിയിട്ടല്ല നമ്മൾ അവരെ അറിയിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ്, ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, ഞാൻ ഒരു പോളിസി എടുത്തിട്ടുണ്ട് ഹെൽത്ത് ഇൻഷുറൻസിന്റെ, അപ്പൊ എനിക്ക് അവിടെ ഒത്തിരി പൈസയൊക്കെ ചെലവാകും, കുറച്ച് ക്രിട്ടിക്കൽ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഒരു എന്തെങ്കിലും അസുഖമാണ്, ഒത്തിരി കൂടുതൽ പൈസ ഒക്കെ അവിടെ ചെലവാക്കുന്നവര് കൂടുതലായും കുറവായില്ല, എന്തായാലും അഡ്മിറ്റഡ് ആണ്, അപ്പൊ അതിന് എനിക്ക് ക്ലെയിം വേണം എന്നുള്ള കാര്യമാണ് നമ്മൾ അറിയിക്കുന്നത്. ആ അറിയിപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് റേസിംഗ് എ ക്ലെയിം. എന്താണ്? നമ്മൾ അങ്ങനെയാണ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നില്ലേ, ആ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് റേസിംഗ് എ ക്ലെയിം. ഒന്ന് അണ്ടർലൈൻ ചെയ്യുന്ന ആ സെന്റൻസ്. അപ്പൊ നമ്മൾ റേസ് ചെയ്തു, ക്ലെയിം റേസ് ചെയ്യുന്നു. എങ്ങനെയാണ് ആ ക്ലെയിം റേസ് ചെയ്യുന്നത്? ആ സ്റ്റെപ്പായിട്ടില്ല, എന്തായാലും അത് റേസ് ചെയ്യുക, ക്ലെയിം റേസ് ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. ഇനി എങ്ങനെ? വെറുതെ ഫോൺ ചെയ്ത് അല്ലെങ്കിൽ വെറുതെ പോയിട്ട് ഇൻഷുറൻസ് കമ്പനിയുടെ ബ്രാഞ്ച് ഓഫീസിൽ പോയിട്ട് എന്റെ ഇപ്പൊ വയ്യാത്ത ആൾ പോകില്ലല്ലോ, എന്റെ ആരെങ്കിലും ബന്ധപ്പെട്ടവർ പോകുന്നതാണ്, ഇത് രോഗമായിട്ട് കിടക്കാണ്, അപ്പൊ ആൾക്ക് അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ അത് കവറേജ് കിട്ടണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാക്കുകൊണ്ട് പോയി വാഗോണ്ട് പറയാമോ? ബ്രാഞ്ച് ഓഫീസിൽ പോയിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ അല്ല. നമ്മൾ പോയിട്ട് എന്ത് ചെയ്യണം? ഐദർ ഇൻ ദ വെബ്സൈറ്റ്, നമ്മൾ ഇതിന്റെ വെബ്സൈറ്റ് ഉണ്ടായിരിക്കും, അതായത് ഇൻഷുറൻസ് കമ്പനിയുടെ വെബ്സൈറ്റ് ഉണ്ടായിരിക്കും. വെബ്സൈറ്റിൽ കയറിയിട്ട് വി ഹാവ് ടു
fill the form. Claiming വേണ്ടിയിട്ടുള്ള ഫോം ഫിൽ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ we can either reach the branch office. Personally നമുക്ക് അവിടെ പോയിട്ട് നേരിട്ട് പോയി ബ്രാഞ്ച് ഓഫീസിൽ പോയിട്ട് അവിടുന്ന് ക്ലെയിമിന്റെ ഫോം വാങ്ങിച്ച് അത് ഫിൽ ചെയ്ത് കൊടുക്കണം. അപ്പൊ എന്തായാലും ഫോം ഫിൽ ചെയ്ത് ഫയൽ ചെയ്താൽ മാത്രമാണ് എന്താകുള്ളൂ, അത് ക്ലെയിം ആകുള്ളൂ. അതുകൊണ്ട് പറയാനൊന്നുമില്ല. എവിഡൻസ് ആണ് എല്ലാത്തിനും ഏറ്റവും ഇമ്പോർട്ടന്റ്. ഞാൻ പറയാണ്, ഞാൻ പറഞ്ഞു ഇൻഷുറൻസ് കമ്പനിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങൾ എനിക്ക് ക്ലെയിം 2 ദിവസം കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞ് നമ്മൾ ചെയ്യാണ്. ഞാൻ ഇവിടെ വന്നാൽ അറിയിച്ചതല്ലേ, നിങ്ങൾ ഇതുവരെയായിട്ട് അതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും പ്രൊസീഡ് ചെയ്തില്ല എന്ന് വെച്ചിട്ട് അവരെ നമുക്ക് കയറിയിട്ട് കാര്യമില്ല. കാരണം അതിന് കൃത്യമായിട്ട് അതിൻ്റെതായ ഒരു രീതിയൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അതിന് ഫോം ഫിൽ ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് പറഞ്ഞിട്ട് നിങ്ങൾ പോന്നു, ബാക്കിയൊന്നും നമ്മൾ ചെയ്തില്ല എങ്കിൽ കാര്യമില്ല. അതിന് അവിടെ ഒരു ഫോം ഉണ്ട്. ഒന്നില്ലെങ്കിൽ അതിന്റെ വെബ്സൈറ്റ്, ഇപ്പൊ എല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് അതിന്റെ വെബ്സൈറ്റ് ഉണ്ടായിരിക്കും, സൈറ്റ് ഉണ്ടായിരിക്കും. ആ സൈറ്റിലൂടെ കയറി കഴിഞ്ഞാൽ ക്ലെയിമിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സിന്റെ ആ ഒരു ഫോം അതിനകത്ത് നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. ആ ക്ലെയിം അതിന്റെ ഫോം എടുത്തിട്ട് നമുക്ക് അതിനകത്ത് വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ ഫിൽ ചെയ്ത് ഡോക്യുമെന്റുകൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് പോയിന്റ് അതാണ്. ഈ ഫോം മാത്രം ഫിൽ ചെയ്ത് കൊടുത്താൽ പോരാ. സം ഡോക്യുമെന്റ്സ് ഹാവ് ടു ബി സപ്പോർട്ടഡ് ആസ് എൻ എവിഡൻസ്. ഇതിന്റെ കൂടെ ഈ ആ ക്ലെയിമിന്റെ ഓതന്റിസിറ്റിയെ, അതിന്റെ കൃത്യതയെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ചില ഡോക്യുമെന്റുകൾ നമ്മൾ അതിന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതും അതിന്റെ കൂടെ സബ്മിറ്റ് ചെയ്യണം. ഇപ്പൊ ഇൻ കേസ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ആക്സിഡന്റ് നടന്ന കാര്യമാണ്. ഞാൻ വണ്ടി കൊണ്ടുപോയി ഉരുട്ടുപടക്ക് വീണ്, അപ്പൊ വണ്ടിക്കൊക്കെ ഇച്ചിരി എന്തെങ്കിലും കൂടുതലായിട്ട് പറ്റി, വണ്ടിയുടെ ഒക്കെ അതൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ പറയാണ്, വണ്ടിയുടെ ഒക്കെ കാര്യമായതുകൊണ്ട് നമ്മൾ അതിന്റെ ദിവസം വെച്ചുകൊണ്ടിരിക്കില്ല, നമുക്ക് അതിന്റെ റിപ്പയർമെന്റ് ഒക്കെ നടത്തണ്ടേ. അപ്പൊ അതിന്റെ ഫോട്ടോസ് അതിന്റെ ഡോക്യുമെന്റ് ആണ്. അതിന്റെ പിക്ക്, അത് വീണ് കിടക്കുന്നതിന്റെ അല്ലെങ്കിൽ അതിന്റെ എന്തൊക്കെ കാര്യങ്ങൾ പോയിട്ടുണ്ട് അതൊക്കെ കൃത്യമായിട്ട് ഫോട്ടോസ് ഒക്കെ എടുത്ത് നമുക്ക് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെക്കാം. അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ഡോക്യുമെന്റുകൾ എന്തെല്ലാം ഉണ്ടെങ്കിൽ അതുകൂടി എന്ത് ചെയ്യണം, നമ്മുടെ ഈ ക്ലെയിമിന്റെ ഫോമിന്റെ കൂടെ തന്നെ ഫിൽ ചെയ്തതോടൊപ്പം അതുകൂടി അറ്റാച്ച് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇൻഷുറൻസ് കമ്പനിയെ ഇൻഫോം ചെയ്യണം. അതിനെയാണ് നമ്മൾ റേസിംഗ് എ ക്ലെയിം എന്ന് വിളിക്കുക. ആ ക്ലെയിം റേസ് ചെയ്യുന്നത് എങ്ങനെയാണ്? either ത്രൂ വെബ്സൈറ്റിലൂടെയോ ഓർ ത്രൂ ബ്രാഞ്ച് ഓഫീസിലൂടെയാണ് നമ്മൾ ആ ക്ലെയിമിങ് കൊടുക്കുക, ഫയൽ ചെയ്യുന്നത്. ആൻഡ് അങ്ങനെ ഫയൽ ചെയ്ത് കഴിയുമ്പോൾ അതിനൊപ്പം തന്നെ ഡോക്യുമെന്റ്സ് വിച്ച് സപ്പോർട്ട് ദ എവിഡൻസിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റ്സും ഷുഡ് ഓൾസോ ബി സബ്മിറ്റഡ്. അതുകൂടി സബ്മിറ്റ് ചെയ്യണം. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി ഓർ ദ ഇൻഷുറൻസ് പ്രൊവൈഡർ, ആരാണ് നമുക്ക് ഇൻഷുറൻസിന്റെ പൈസ തരുന്നത് അല്ലെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെന്റ് നടത്തുന്നത്, അവര് ഇവാലുവേറ്റ് ഇറ്റ്സ് വാലിഡിറ്റി, അതിന്റെ കൃത്യതയും വാലിഡിറ്റിയും ഒക്കെ പരിശോധിക്കും. നമ്മൾ ഫോം ഫില്ലൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അതിന്റെ ഡ്യൂറേഷനും കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ഫിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഓക്കെ ആണോ എന്നൊക്കെ നോക്കി പരിശോധിക്കും. അവർ പരിശോധിക്കാണോ ഒന്നും കാര്യം നടന്നില്ല. ആൻഡ് ഇഫ് ഇറ്റ് ഫുൾഫിൽസ് ഈച്ച് ആൻഡ് എവറി ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ആ പോളിസിക്കകത്ത് പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ ഇൻഷുറർ വിൽ അപ്രൂവ് ദ ക്ലെയിം. എന്ത് ചെയ്യും? ഇൻഷുറർ ക്ലെയിം അപ്രൂവ് ചെയ്തിടും. ഓക്കെ, ഇയാളുടെ ക്ലെയിം ഒക്കെ ഓക്കെ ആണ്, ഒന്നിലും പാകപ്പിഴകളൊന്നുമില്ല, ഫോമൊക്കെ കൃത്യമാണ്, ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് കൃത്യമാണ് എന്നുള്ള ഒരു അപ്രൂവൽ എന്ത് ചെയ്യുന്നു? ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നു. ക്ലിയർ ആയോ? നാലാമത്തെ പോയിന്റ് വരെ, അല്ലല്ല 5ാമത്തെ പോയിന്റ് വരെ ക്ലിയർ ആണോ? ഇനി ഡൗട്ട്? 5ാമത്തെ പോയിന്റ് വരെയാണ് ഞാൻ പറഞ്ഞത്. On occurring an unfortunate event, the incident must be informed to your insurance producer. This process is known as raising a claim. ആദ്യം തന്നെ നമ്മൾ ഇൻഷുറൻസ് കമ്പനിയെ വേഗം തന്നെ അറിയിക്കുന്നു. അതിനെയാണ് നമ്മൾ റേസിംഗ് എ ക്ലെയിം എന്ന് പറയുക. അതിനുശേഷം അപ്പൊ ആ റേസിംഗ് എ ക്ലെയിം ചെയ്യുന്നത് ബൈ ഫില്ലിംഗ് എ ഫോം, ഒരു ഫോം ഫിൽ ചെയ്തിട്ടാണ്, ക്ലെയിമിന്റെ ഫോം ഫിൽ ചെയ്തിട്ടാണ് നമ്മളത് ഇൻഷുറൻസിന്റെ വെബ്സൈറ്റിലേക്ക് ഫയൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അറ്റ് ദ ബ്രാഞ്ച് ഓഫീസിൽ അത് ഫയൽ ചെയ്യുന്നു. ഡോക്യുമെന്റ്സ് ദാറ്റ് സപ്പോർട്ട് ദ ഓതന്റിസിറ്റി ഓഫ് ദ ക്ലെയിം, ക്ലെയിമിന്റെ കൃത്യതയും അല്ലെങ്കിൽ അതിന്റെ ആ ഒരു വാലിഡിറ്റിയും ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്യുമെന്റുകളും അതിനോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ഇൻഷുറൻസ് പ്രൊവൈഡർ വിൽ ഇവാലുവേറ്റ് ഇറ്റ്സ് വാലിഡിറ്റി, ക്ലെയിമിന്റെ വാലിഡിറ്റി ഒക്കെ പരിശോധിച്ച് ഇൻഷുറർ നോക്കുന്നു. ആൻഡ് ഇഫ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വിച്ച് ആർ പ്രൊവൈഡഡ് ഓർ സ്റ്റേറ്റഡ് ഇൻ അവർ പോളിസി, നമ്മുടെ പോളിസിയുടെ എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, വ്യവസ്ഥകളൊക്കെ ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ വെച്ചിരിക്കുന്ന ക്ലെയിം എങ്കിൽ ദ ഇൻഷുറൻസ് കമ്പനി വിൽ അപ്രൂവ് ദ ക്ലെയിം. അതാണ് 5ാമത്തെ പോയിന്റ്. ഇൻഷുറൻസ് കമ്പനി അപ്രൂവൽ കൊടുക്കും. നൗ ഓക്കെ ആയോ? ഇപ്പൊ ക്ലിയർ ആയോ? ഒരു 5th പോയിന്റ് എന്താണെന്ന് ചോദിച്ചു. ക്ലിയർ ആയോ? 5ാമത്തെ പോയിന്റ്? Yes. ഇനി അങ്ങനെ അപ്രൂവൽ കൊടുത്തു. Then when once the approval is made by the insurer, ഇൻഷുറൻസ് കമ്പനി അല്ലെങ്കിൽ ഇൻഷുറർ അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ whatever benefits are stated in our policy will be given. അല്ലെങ്കിൽ എന്തൊക്കെയാണോ ആ ഒരു എന്താ പറയാ
പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന ആ ഡോക്യുമെന്റിൽ പോളിസിയുടെ ഡോക്യുമെന്റിൽ പറഞ്ഞിരിക്കുന്ന എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടോ ഹാവ് ടു ബി പെയ്ഡ് ബൈ ദ ഇൻഷുറർ. ഇൻഷുറർ എന്ത് ചെയ്യുന്നു, ആ ബെനിഫിറ്റ് ഒക്കെ നമ്മുടെ ആൾക്ക് പേ ചെയ്യേണ്ടി വരും. ഓക്കെ, അതിനകത്ത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, എന്തൊക്കെ ബെനിഫിറ്റ് കൊടുക്കാന്നാണോ എഗ്രി ചെയ്തിരിക്കുന്ന ആ പോളിസിയുടെ ടേംസിൽ, അതെല്ലാം ഇൻഷുറൻസ് കമ്പനി തീർച്ചയായും പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. എപ്പോൾ, if it is approved ആണെങ്കിൽ മാത്രം. ഓക്കെ, LICയുടെ കാര്യത്തിലാണെങ്കിൽ, ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ, മറ്റേത് ഹെൽത്ത് ഇൻഷുറൻസിനാണ്. ഇനി LICയുടെ കാര്യത്തിലാണെങ്കിൽ ആ ബെനിഫിഷ്യറിക്ക് അതിന്റെ എമൗണ്ട് ആയിട്ടായിരിക്കും കിട്ടുക. മറ്റേത് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് അല്ലേ കിട്ടുക. ഹോസ്പിറ്റലിലൊക്കെ കിടന്നു കഴിഞ്ഞാൽ, ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അവിടെ ചെലവാകുന്ന തുകകള് അല്ലെങ്കിൽ അതിന്റെ ബന്ധപ്പെട്ട ചെലവുകൾ ഇതൊക്കെയാണ് അവർ വഹിക്കുക, കാശായിട്ട് തരില്ല. അതേസമയം ഈ ലൈഫ് ഇൻഷുറൻസിലാണെങ്കിൽ ദ കമ്പനി ഹാവ് ടു മേക്ക് ദ പേ ഔട്ട് നടത്തണം. എന്താ പേ ഔട്ട് എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. പേ ഔട്ട് മീൻസ് ദ മണി, സം ഓഫ് മണി ഗിവൻ ടു ദ പോളിസി ഹോൾഡർ വെൻ എ ക്ലെയിം ഈസ് ആക്സെപ്റ്റഡ്. ഒരു ക്ലെയിം ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഉണ്ടാകുന്ന അതിന്റെ രൂപ എത്രയാണോ, തുക എത്രയാണോ, അത് ആ പോളിസി ഹോൾഡർക്ക് കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ പേ ഔട്ട് എന്ന് വിളിക്കുക. പേ ചെയ്യുക എന്ന്, പേ കൊടുത്ത് വിടുക. അതായത് ക്ലെയിം ചെയ്യുന്ന ആ ബെനിഫിഷ്യറിക്ക് അതിന്റെ പേയ്മെന്റ് കൊടുത്തു വിടുക. അത് LICയിൽ, അതിനെയാണ് നമ്മൾ പേ ഔട്ട് എന്ന് വിളിക്കുക. കാരണം LICയിൽ കാശായിട്ടാണ് കിട്ടുക. കാരണം അസുഖം വന്നിട്ടല്ലോ. എപ്പോഴാണ് LICയുടെ പൈസ കിട്ടുക? എപ്പോഴായിരിക്കും LICയുടെ പൈസ കിട്ടുക? LIC ഹോൾഡേഴ്സ് വല്ലവരൊക്കെ ഉണ്ടാവുമല്ലോ, ഇഷ്ടംപോലെ പേരുണ്ടായിരിക്കും. LIC എടുത്തിരിക്കാത്ത ആൾക്കാർ മിക്കവാറും ഒന്നും ഉണ്ടാവില്ല. LIC പോളിസീസ് ഉള്ള ഇല്ലാത്തവരാണ് എല്ലാവരും. ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഓൺ ദ മെച്യൂരിറ്റി ഡേറ്റ് ഓർ ഓൺ ദ ഒക്കറിംഗ് ഓഫ് അവർ ഡെത്ത്. ഒന്നില്ലെങ്കിൽ മെച്യൂരിറ്റി ഡേറ്റ്, അതിന്റെ കാലാവധി പറയുന്നത് 10 വർഷത്തേക്ക്, 15 വർഷത്തേക്ക്, 20 വർഷത്തേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ LIC ഒക്കെ എടുക്കുക. അപ്പൊ ഒന്നില്ലെങ്കിൽ അത് തീരണം, അല്ലെങ്കിൽ എന്ത് കിട്ടും, ഹാപ്പനിങ് ഓഫ് അവർ ഡെത്ത്, നമ്മുടെ മരണത്തിന്റെ സമയത്തായിരിക്കും. അപ്പൊ ഇതിൽ ഏതാണോ വിച്ച് എവർ കംസ് ഏർലിയർ, ആദ്യം ഏത് വരുന്നോ അപ്പോഴാണ് കിട്ടുക അല്ലെ. ഇപ്പൊ മെച്യൂരിറ്റി ഡേറ്റ് കിട്ടി, അത് കഴിഞ്ഞ് പിന്നെ മറ്റെപ്പോഴും മാക്സിമം കിട്ടുമോ? ഇല്ല. അത് കിട്ടണമെങ്കിൽ മെച്യൂരിറ്റിയിൽ കഴിഞ്ഞ് കിട്ടി ക്ലോസ് ചെയ്തെങ്കിൽ ഇനി പുതിയത് വേറെ തുടങ്ങിയാൽ വേറെ ഇനി അതിന് സാധ്യതയുള്ളൂ. അല്ലാതെ മെച്യൂരിറ്റിയിൽ കിട്ടുക അല്ലെങ്കിൽ ഡെത്തിൽ കിട്ടുക, വിച്ച് എവർ കംസ് ഏർലിയർ, ഏതാണോ ആദ്യം സംഭവിക്കുന്നത് ആ ഇവന്റിലാണ് LICയുടെ പേയ്മെന്റ് നമുക്ക് കിട്ടുക, പേ ഔട്ട് കിട്ടുക. അത് കാശായിട്ടായിരിക്കും കിട്ടുക. അവിടെ രോഗത്തിനൊന്നുമല്ല. അത് ഹെൽത്ത് ഇൻഷുറൻസിലാണ് ആ രീതിയിൽ പറഞ്ഞേക്കണേ. ക്ലിയർ ആയോ? പേ ഔട്ട് എന്താണെന്ന് നമ്മൾ പ്ലാൻ ചെയ്യാമോ? പേ ഔട്ട് ക്ലിയർ ആയില്ലേ? പോയിന്റ് ക്ലിയർ ആയോ? ഇനി the insurer also provide this amount in lump sum or in regular payments. ഇനി പേയ്മെന്റ് ഹോസ്പിറ്റൽ ഇൻഷുറൻസ് കമ്പനി എങ്ങനെ കൊടുക്കാം പേഷ്യൻസിന് അല്ലെങ്കിൽ അവരുടെ ബെനിഫിഷ്യറിക്ക്? ഒന്നുമില്ലെങ്കിൽ ലംപ് സം എമൗണ്ട് ആയിട്ട്, ഇപ്പൊ ഹെൽത്ത് ലൈഫ് ഇൻഷുറൻസ് ഒക്കെ ആണെങ്കിൽ ഒറ്റ തുകയായിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഇത്രയും ഗഡുകൾ റെഗുലർ പേയ്മെന്റുകളായിട്ടായിരിക്കും കൊടുക്കുക. അത് അക്കോർഡിംഗ് ടു ദ ടേംസ് ഓഫ് ദ പോളിസി. പോളിസിയുടെ എഗ്രിമെന്റിൽ എങ്ങനെയാ പറഞ്ഞേക്കണേ? ഫുൾ എമൗണ്ട് ആയിട്ട് ഒറ്റ തുകയായിട്ട് കൊടുക്കാന്നാണോ? എങ്കിൽ അങ്ങനെ കൊടുക്കണം. അല്ല, റെഗുലർ പേയ്മെന്റ് ഇതിന് 2-3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണോ തരാമെന്ന് പറഞ്ഞേക്കണേ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ കൊടുക്കണം. അത് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ് ചെയ്തിരിക്കുന്ന ആ പോളിസിയുടെ എഗ്രിമെന്റ് പ്രകാരം തന്നെയായിരിക്കണം ഇൻഷുറർ അത് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ആൻഡ് ദ ടൈം ടേക്കൺ ഫോർ പ്രൊവൈഡിംഗ് ദ സർവീസസ് ഓർ ക്ലെയിമിംഗ് പ്രോസസ്, ഈ ക്ലെയിമിംഗ് പ്രോസസ്സുകളൊക്കെ സെറ്റിൽ ചെയ്യാനായിട്ട് എടുക്കുന്ന ടൈം ഡ്യൂറേഷൻ മേ ഡിഫർ ഫ്രം വൺ ഇൻഷുറൻസ് ടു അനദർ. ഓരോ ഇൻഷുറൻസ് അല്ലെങ്കിൽ ഓരോ ക്ലെയിമിലും വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പൊ ഞാനൊരു ക്ലെയിമിന് വേണ്ടി വെച്ചു, ചിലപ്പോ എനിക്ക് നേരത്തെ അതിന്റെ ക്ലെയിം ഒക്കെ സെറ്റിൽ ചെയ്ത് കിട്ടി, എന്നെ പോലെ തന്നെ വേറൊരാളും ക്ലെയിമിന് വെച്ചു. അപ്പൊ പക്ഷെ ആൾക്ക് ഇതുവരെ ശരിയായിട്ടില്ല, 5-6 ദിവസമൊക്കെ നടക്കുന്നു, പിന്നാലെ നടക്കുന്നു, അല്ലെ, ഇതുവരെ ശരിയായിട്ടില്ല. അപ്പൊ അതിങ്ങനെ ഡിഫർ ചെയ്തുകൊണ്ടിരിക്കും. വാട്ട് ഈസ് ദ റീസൺ ഫോർ ഇറ്റ്? എന്തായിരിക്കും അതിന് കാരണം? സംസാരിച്ചത് ഡോക്യുമെന്റ്സ് മേ നോട്ട് ബി ഇൻ കറക്റ്റ് ഓർഡർ, കൃത്യമായ ഓർഡറിലുള്ള ഡോക്യുമെന്റുകളൊന്നും കൃത്യമായി സമർപ്പിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം. മനസ്സിലായോ? അപ്പൊ ഇൻഷുറൻസ് കമ്പനിയുടെ കാര്യങ്ങൾ, ഏത് ഒഫീഷ്യൽ കാര്യങ്ങളിലും എല്ലാ പേപ്പേഴ്സും ക്ലിയർ അപ് ടു ഡേറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അതൊക്കെ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് കിട്ടുള്ളൂ. അതേസമയം അവിടെ ചെല്ലുമ്പോൾ അതിന്റെ അകത്ത് ചെല്ലുമ്പോൾ ആ ഫോം ഉണ്ടോ, ഈ ഫോം ഉണ്ടോ, ഇന്ന ആപ്ലിക്കേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഇന്ന ഡോക്യുമെന്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ ഇപ്പഴത്തെ വരാം ഓരോന്ന് നമ്മൾ ഇങ്ങനെ തപ്പി പെറുക്കി എടുത്തുകൊണ്ട് വരുമ്പോ എന്ത് പറ്റും? അവിടെ സ്വാഭാവികമായിട്ടും ഡിലേ വരുമല്ലോ. അപ്പോൾ ഡിലേ ഇല്ലാതെ അവരുടെ സർവീസ് കൊടുക്കുക എന്നുള്ളത് ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു എന്താ പറയാ അവരുടെ ഒരു ക്വാളിറ്റിയാണ്. പക്ഷെ സംടൈംസ്, എന്നാൽ ചില സമയത്തൊക്കെ ഇതുപോലെ എന്തെങ്കിലും ലാഗ് വരാൻ സാധ്യതയുണ്ട്. ബിക്കോസ് ഇഫ് ദ ഡോക്യുമെന്റ്സ് ആർ നോട്ട് ഇൻ കറക്റ്റ് ഓർഡർ, നല്ല ഓർഡറിലല്ലാത്തത് കൊണ്ടൊക്കെ ആയിരിക്കാം അങ്ങനെ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്പൊ എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഇൻഷുറൻസ് കമ്പനിയുടെ ലക്ഷ്യം. കാരണം അത് ഇൻക്രീസസ് ദ ട്രസ്റ്റ് വർത്തിനെസ്.
അതായത് ആ ഇൻഷുററിനോടുള്ള ഒരു വിശ്വാസ്യത വർദ്ധിപ്പിക്കാനിടയാകും. ആരുടെ ഇടയില്? പേഷ്യൻസിന്റെ ഇടയിൽ. ഇപ്പൊ ഞാൻ ഒരു ക്ലെയിം വെച്ചു, എനിക്ക് എത്രയും പെട്ടെന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് തരുമ്പോ എനിക്ക് ആ കമ്പനിയോടുള്ള വിശ്വാസ്യത വർദ്ധിച്ചു അല്ലെ. അപ്പൊ ഞാൻ ഭർത്താവിനോട് പറയും, എന്ത് പറയും, സൂപ്പർ ആയിരുന്നു അവിടുത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ, എനിക്ക് നല്ല കൃത്യമായിട്ട് അവിടുത്തെ ട്രീറ്റ്മെന്റ് വാങ്ങിച്ചു തരാനായിട്ട് എന്റെ ഇൻഷുറൻസിന് കഴിഞ്ഞു, അത്രയും നല്ലൊരു പോളിസിയാണത്, ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഞാൻ എടുത്തിരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു 5-6 ആളോട് പറഞ്ഞപ്പോൾ തന്നെ ആ ഇൻഷുറൻസ് കമ്പനിയെ കുറിച്ചുള്ള ഒരു ഇമേജ് ആളുകളിൽ വർദ്ധിച്ചു. അപ്പൊ ചിലപ്പോൾ വേണമെങ്കിൽ 5-6 ആൾക്കാർ പോയി അതേ സ്കീമിൽ ചിലപ്പോ എന്ത് ചെയ്യും, പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അതൊക്കെ ഒരു ഇതാണ്. അപ്പൊ അങ്ങനെ എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ ഇവര് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇനി അതിന് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ വരുന്നുണ്ടെങ്കിൽ, ലിമിറ്റേഷൻസ് വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഡോക്യുമെന്റുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഉള്ളതായിരിക്കാം. ഇനി ആൻഡ് ഓൾസോ ഇനി മറ്റൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ റീസൺ ഇതൊക്കെ ലാഗ് ചെയ്യാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ when we disclose our details, നമ്മളുടെ ഹാബിറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച്, നമ്മുടെ ഡിസീസസിനെ കുറിച്ച് കൃത്യമായ ഫാക്ടുകൾ, വാസ്തവങ്ങൾ അവരോട് ഷെയർ ചെയ്യുന്നില്ല എങ്കിൽ, ഒരു പോളിസി എടുക്കുന്ന സമയത്ത് അവർ നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ, എന്തെങ്കിലും അസുഖത്തിന് പതിവായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ അയ്യോ ഒരു പ്രശ്നമൊന്നുമില്ല, ഞാൻ അങ്ങനെ പതിവായിട്ട് മരുന്നൊന്നും കഴിക്കുന്ന ആളല്ല എന്നൊക്കെ പറഞ്ഞു. ഒരു പോളിസി എടുത്ത് ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എന്തെങ്കിലും ആൾക്ക് രോഗം എന്തെങ്കിലും ഉണ്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ട് കുറച്ച് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയി. എന്നിട്ട് അതിന്റെ ക്ലെയിം ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിക്ക് ഒന്ന് ആലോചിക്കേണ്ടി വരും. ബിക്കോസ് അവർ അന്നേരം ചോദിച്ചതാണ് നമ്മളോട്, എന്തെങ്കിലും രോഗത്തിന് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നുണ്ടോ. നമ്മൾ എന്ത് ചെയ്തു, മറച്ചു വെച്ചു, കൺസീൽഡ് ഓർ മിസ്റ്റേക്കൺ, നമ്മൾ അവരെ തെറ്റിദ്ധരിപ്പിച്ചു അല്ലെങ്കിൽ നമ്മൾ ഒളിച്ചു വെച്ചുകൊണ്ട് പോളിസി പർച്ചേസ് ചെയ്തു. എന്നിട്ട് നമ്മൾ ക്ലെയിമിന് വേണ്ടി ചോദിക്കുകയാണ്. അറ്റ് ദാറ്റ് ടൈം ദ ഇൻഷുറർ ക്യാൻ റിജക്ട് ദ ക്ലെയിം അറ്റ് ഹിസ് ഓൺ ഡിസിഷൻ. അവർക്ക് അവരുടെ തന്നെ തീരുമാനത്തിൽ അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത്തരം ക്ലെയിമുകൾ റിജക്ട് ചെയ്ത് കളയാൻ സാധ്യതകളുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ക്ലെയിമിങ്ങിന്റെ സെറ്റിൽ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ക്ലെയിം തുടങ്ങുന്നത് മുതൽ സെറ്റിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ പടിപടിയായിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട്. ക്ലിയർ ആയ പോയിന്റുകള് മനസ്സിലായോ? എല്ലാ പോയിന്റും ആ പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് വായിച്ചു നോക്കിയേ. പ്രോസസിങ് എ ക്ലെയിം, ഒരു ക്ലെയിം എങ്ങനെയാണ് പ്രോസസിങ് നടക്കുന്നത്, അതിന്റെ പ്രോസസ്സുകൾ 1 by 1 ആയിട്ട് ഒരു 9 പോയിന്റ് ആയിട്ട് തന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ വേഗം ഒന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് അടുത്തെടുക്കാം. ഒന്നാമത്തെ പോയിന്റ് റേസിംഗ് എ ക്ലെയിം, അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. റേസിംഗ് എ ക്ലെയിം എന്ന് പറയുന്ന പോയിന്റ് അണ്ടർലൈൻ ചെയ്യാം. 6ാമത്തെ പോയിന്റ് എ പേ ഔട്ട് മീൻസ്, എ പേ ഔട്ട് മീൻസ് പേ ഔട്ട് മീൻസ് പറയുന്ന സെന്റൻസ് ഇല്ലേ, അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. പിന്നെ ലാസ്റ്റ് പോയിന്റില് the insurer can reject the claims on your policy if you conceal or mistake any facts. സത്യങ്ങള് വാസ്തവങ്ങൾ മറച്ചു വെച്ചാലോ അല്ലെങ്കിൽ അവരെ തെറ്റിദ്ധരിപ്പിച്ചാലോ അത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടാലും ഇൻഷുറർക്ക് എപ്പോ വേണമെങ്കിലും എന്ത് ചെയ്യാം, ആ ക്ലെയിം റിജക്ട് ചെയ്യാം. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ലാസ്റ്റ് സെന്റൻസിൽ നെവർദലെസ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ സെന്റൻസിലെ അതിൽ നെക്സ്റ്റ് സെന്റൻസ് ആണ് ലാസ്റ്റ് സെന്റൻസ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. കഴിഞ്ഞോ? കഴിഞ്ഞല്ലോ, അടുത്ത പറഞ്ഞോട്ടെ. യെസ്, ഓക്കെ. ഇനി നമ്മള് കുറച്ച് ഇൻഷുറൻസ് കമ്പനികളുടെ പേരുകൾ നമ്മൾ തുടക്കം പഠിച്ചിരുന്നു.
ഒന്നാമത്തെ പേജില് കുറച്ച് ഇൻഷുറൻസ് കമ്പനികളുടെ പേര് വൈവ, ലൈഫ് ഇൻഷുറൻസ്, ബജാജ് അലയൻസ്, ഭാരതി അക്സ എന്നൊക്കെ പറഞ്ഞിട്ട് ICICI Prudential, മാക്സ് ന്യൂയോർക്ക്, പിന്നെ മെഡ് ലൈഫ് ഇൻഷുറൻസ് ഇന്ത്യ, അങ്ങനെയൊക്കെ കുറച്ച് ഇൻഷുറൻസ് കമ്പനികളുടെ പേരുകൾ പഠിച്ചിരുന്നില്ലേ? ഇവിടെ നമുക്ക് ഒരു ബജാജ് അലയൻസിന്റെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനില് എങ്ങനെയാണ് അവിടുത്തെ ക്ലെയിമുകൾ സെറ്റിൽ ചെയ്ത് വിടുന്നത്, ആ ക്ലെയിമിംഗ് പ്രോസസ്സ് നമ്മൾ തൊട്ട് മുന്നിൽ ആ ക്ലെയിമിംഗ് പ്രോസസ്സിന്റെ സ്റ്റേജസ് ഇങ്ങനെ പടിപടിയായിട്ട് കണ്ടു. ഇനി ഒരു പർട്ടിക്കുലർ ഇൻഷുറൻസ് കമ്പനി അതിന്റെ ക്ലെയിം നടത്തി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വളരെ അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റൈലിൽ നമുക്കൊരു ഫ്ലോ ചാർട്ട് ആയിട്ട് തന്നിട്ടുണ്ട്. ഈ ഫ്ലോ ചാർട്ട് ഡയഗ്രാം, അതുപോലെ തന്നെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, ടേബിൾ റെപ്രസെന്റേഷൻ ഒക്കെ കുറച്ചുകൂടി നമുക്ക് എന്താ പെട്ടെന്ന് വായിച്ചു മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയില. വലിയ പാരഗ്രാഫ് ഒക്കെ വായിക്കുമ്പോൾ ചിലപ്പോൾ മടി തോന്നൂലേ? അപ്പൊ ആ മടിയൊക്കെ ഒഴിവാക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫ്ലോ ചാർട്ടൊക്കെ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്, അപ്പീലിംഗ് ആണ്. അപ്പൊ ആ രീതിയിൽ ആ സ്റ്റൈലില് നമുക്കൊരു ബജാജ് അലയൻസ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഒരു ക്ലെയിമിംഗ് പ്രോസസ്സ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കത് എന്താണെന്ന് ഒന്ന് വിശദമായിട്ട് നോക്കാം. എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? ഒരു മഞ്ഞുടുപ്പെട്ട ഒരു ആളവിടെ നിൽക്കുന്നില്ലേ? That is the customer. അതാണ് കസ്റ്റമർ എന്ന് വെച്ചാൽ ആരാ? പേഷ്യന്റ് who is admitted in the hospital for treatment. പേഷ്യന്റ് ഹോസ്പിറ്റലില് ട്രീറ്റ്മെന്റിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യന്റ് ആണ് കേട്ടോ. അപ്പൊ ആ പേഷ്യന്റ് ആൾക്ക് ബജാജ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഒരു പോളിസി ഉണ്ടെന്ന് വിചാരിക്കാം. ബജാജ് അലയൻസിന്റെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിലെ ആളാണ്, അല്ലെങ്കിൽ അംഗമാണ്. ആള് ക്ലെയിം ചെയ്യാണ്. ഹോസ്പിറ്റലിന്റെ നെറ്റ്വർക്കില് എന്ത് ചെയ്യുന്നു? അപ്രോച്ചസ് ട്രീറ്റ്മെന്റ് ഫോർ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ്. ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിന്റെ നെറ്റ്വർക്കിനെ സമീപിക്കുന്നു. ഞാൻ കാശൊന്നും കൊണ്ടുവന്നില്ല, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, പറയൂല്ലേ, വെറുതെ പറഞ്ഞതാണ്. ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞപ്പോ ആൾക്ക് ഒരു ബജാജ് അലയൻസിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉള്ള ആളാണ്. അപ്പൊ അത് അവര് എന്ത് ചെയ്യണം? നമ്മുടെ ഹോസ്പിറ്റലിന്റെ നെറ്റ്വർക്കിനെ അറിയിക്കണം. എന്ത് ക്യാഷ് ഇല്ല, അത് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന് വേണ്ടി ഇൻഷുറൻസ് ഉള്ള ആളാണ് എന്നുള്ള കാര്യം അറിയിക്കുന്നു. അന്നേരം ഹോസ്പിറ്റൽസ് they have to verify the details of the customer. ആ പേഷ്യന്റിന്റെ, ആ കസ്റ്റമറുടെ ഡീറ്റെയിൽസ് ഒക്കെ പരിശോധിക്കുന്നു. ആൻഡ് ഓൾസോ they send it to the prescribed authority by fax. ആർക്കാണോ, ഏത് ഇൻഷുറൻസ് ആണോ ഉള്ളത്, ഇവിടെ ഇപ്പൊ ബജാജ് അലയൻസിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്, അവർക്ക് ഫാക്സ് മുഖേന ഈ വിവരങ്ങൾ അയച്ചു കൊടുക്കുന്നു. ആർക്ക് അയച്ചു കൊടുക്കും? ബജാജ് അലയൻസിന്റെ കമ്പനിയിലേക്ക്, അവരുടെ നെറ്റ്വർക്കിലേക്ക്, അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ സൈറ്റിലേക്ക് അത് അയച്ചു കൊടുക്കുന്നു ഫാക്സ് ആയിട്ട്. അപ്പൊ ഹോസ്പിറ്റലിൽ എത്തുന്ന കസ്റ്റമർ അല്ലെങ്കിൽ പേഷ്യന്റ് അവരത് ഹോസ്പിറ്റലിലാണ് അറിയിക്കുക, ഞങ്ങൾക്ക് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് വേണമെന്ന്. ഹോസ്പിറ്റല് അതിന്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ച് വെരിഫിക്കേഷൻ ഒക്കെ നടത്തിയതിനു ശേഷം അത് ബജാജ് അലയൻസിന്റെ ഇതിലേക്ക് ഫാക്സ് ചെയ്ത് കൊടുക്കുന്നു. ബജാജ് അലയൻസുകാര് അത് സ്വീകരിക്കുന്നു. മാർക്ക് വന്നേക്കണുണ്ട് ബജാജ് അലയൻസിലേക്ക്. ബജാജ് അലയൻസുകാര് വെരിഫൈസ് ഫോം, ഈ പറയുന്ന ഫാക്സില് ഡീറ്റെയിൽസ് ഒക്കെ കൂടി അവർ പരിശോധിച്ച് നോക്കുന്നു. ആൻഡ് അതിന് ശേഷം സെൻഡ് സം റെസ്പോൺസ് ടു ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലേക്ക് അവരുടേതായ ഒരു റെസ്പോൺസ്, പ്രതികരണം അറിയിക്കുന്നു. ദാറ്റ് പ്രതികരണം മേ ബി ഇൻ ദ ഫോം ഓഫ് അപ്രൂവൽ, ഡിനയൽ ഓർ ക്വറി. ആ പ്രതികരണം ഏതൊക്കെ രീതിയിലാകാം? ഒന്നില്ലെങ്കിൽ അപ്രൂവൽ ആകാം, അല്ലെങ്കിൽ ഡിനയൽ ആകാം, അല്ലെങ്കിൽ ക്വറി ആകാം. എന്താ ഡിനയൽ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം? ബാക്കിയൊക്കെ അറിയായിരിക്കും അല്ലെ? അപ്രൂവൽ എന്ന് പറഞ്ഞാൽ അപ്രൂവ്ഡ്, പച്ച സിഗ്നൽ കാണിച്ചു എന്ന് വെച്ചാൽ എന്താ? അപ്രൂവ്ഡ് ആണ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന ക്ലെയിം കാര്യങ്ങളും ഒക്കെ ഓക്കെയാണ്. ഈ പറഞ്ഞ ആൾക്ക് എന്താ പറയാ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഫുൾ ആയിട്ട് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഓക്കെ ആയ പേഷ്യന്റ് ആണെന്നുള്ളതാണ് അപ്രൂവൽ എന്ന് പറയുന്ന ടിക്കും അതുപോലെ ഗ്രീൻ കളറും കാണിച്ചിരിക്കുന്നത്. ഡിനയൽ എന്ന് പറഞ്ഞാൽ എന്താ? റിജക്റ്റഡ് ആണ് എന്ന് വെച്ചാൽ ക്ലെയിമിംഗ് പ്രോസസ്സ് നിഷേധിച്ചിരിക്കുകയാണ്. വൈ? അതിനെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിരിക്കാം. ഇനി അടുത്ത എന്താ? യെല്ലോ എന്താണ്? ക്വറി അന്വേഷിക്കുന്നത്. മറ്റേ മൈക്രോസ്കോപ്പിന്റെ സാധനം ചെയ്യണണ്ട, അതെന്താണ് ക്വറി? ദാറ്റ് മീൻസ് കുറച്ചുകൂടി അന്വേഷിക്കാനുണ്ട് എന്ന് വെച്ചാൽ ചില ഡീറ്റെയിൽസ് ചിലപ്പോൾ മിസ്സിംഗ് ആവാം, അല്ലെങ്കിൽ ചില ഡോക്യുമെന്റ് മിസ് ആയതുകൊണ്ടാകാം, അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ ഫ്രം ദ ഡോക്ടറുടെ ഭാഗത്തു നിന്നുള്ള ചില ക്ലാരിഫിക്കേഷൻസ് നടത്താനുണ്ട് ഇവർക്ക് കമ്പനിക്ക്, അങ്ങനെയൊക്കെ ആക്കാനാകാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ക്വറി എന്ന് പറയുന്ന ഒരു റെസ്പോൺസ്. അപ്പൊ ഈ ഏതെങ്കിലും രീതിയിൽ അലയൻസുകാർ, അതായത് നമ്മുടെ ഇൻഷുറൻസുകാര് കമ്പനി എന്ത് ചെയ്യുന്നു? റെസ്പോണ്ട് അറിയിക്കുന്നു. അപ്രൂവൽ, ഡിനയൽ, ക്വറി, ഈ 3 രീതിയിലുള്ള റെസ്പോൺസ് ആണ് സാധാരണ കമ്പനി ചെയ്യുന്നത്. എല്ലാം കൂടി ഒരുമിച്ച് വരില്ല, ഏതെങ്കിലും പറയണം. ഐദർ എന്താകാം? നമ്മുടെ അപ്രൂവൽ ആകാം, അല്ലെങ്കിൽ ഡിനയൽ ആകാം, ഓർ അല്ലെങ്കിൽ എന്താകാം? ക്വറി ആകാം. ഇനി അപ്രൂവൽ ആണെങ്കിൽ ഇതുവരെ ഫ്ലോ ചാർട്ടിന്റെ ഒരു ഐഡിയ കിട്ടിയോ? അതുവരെയുള്ള കാര്യം കണക്റ്റഡ് ആയി അവസ്ഥ ഫ്ലോ ചാർട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം.
കുറെ കോളത്തിൽ ഇങ്ങനെ വരച്ചിട്ട് കുറെ ആരമാർക്കൊക്കെ പോയിട്ടുണ്ട്, എന്നിട്ട് കൊണ്ടാകാൻ വിചാരിക്കുന്നുണ്ടാ. അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ എന്താണ്, അപ്പൊ നമുക്ക് എന്താ ചെയ്തു, അപ്രൂവൽ ആണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് അപ്രൂവൽ മെയ്ഡ് ബൈ ദ ബജാജ് അലയൻസ്, ബജാജ് അലയൻസ് ആര് കൊടുക്കുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് അപ്രൂവ്ഡ് എന്ന് പറയുന്ന അതാണെങ്കിൽ, അപ്രൂവ്ഡ് എന്ന് പറഞ്ഞു വരുന്നത് ടിക്കറ്റ് പച്ച സിഗ്നൽ കാണിക്കുകയല്ല, അപ്രൂവൽ ലെറ്റർ ഷുഡ് ബി സെൻഡ് ബൈ ദ കമ്പനി ടു ദ ഹോസ്പിറ്റൽ. തീർച്ചയായിട്ടും അവർ ഒരു അപ്രൂവൽ ലെറ്റർ അപ്പൊ തന്നെ ടൈപ്പ് ചെയ്ത് അവർക്ക് ഫാക്സ് ചെയ്ത് തിരിച്ചു കൊടുക്കണം. മനസ്സിലായോ? അതായത് അപ്രൂവ്ഡ് ആയി എന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ട് ഒരു അപ്രൂവൽ ലെറ്റർ ഫോർവേഡ് ചെയ്തേക്കണം ഹോസ്പിറ്റലിലേക്ക്. ഞങ്ങൾ അപ്രൂവ് ചെയ്തിരിക്കുന്നു. അതിന്റെ ലെറ്ററൊക്കെ അവിടെ ചിലപ്പോൾ അവിടെ ഫോർമാറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ചില സ്ഥലങ്ങളൊക്കെ ഫില്ല് ചെയ്യാനുണ്ടാവുള്ളൂ. അതപ്പൊ തന്നെ ഫാക്സ് ചെയ്തു. കാരണം ഇതൊക്കെ വിതിൻ സെക്കൻഡ്സിൽ നടക്കണം ഈ കാര്യങ്ങൾ. കാരണം എന്ന് വെച്ചാൽ ഒരു രോഗിനെയാണ് കൊണ്ടുവന്ന് അവിടെ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അപ്രൂവൽ കിട്ടി അവിടേക്ക് വന്നാൽ മാത്രമാണ് പേഷ്യന്റിനെ അവിടെ അഡ്മിറ്റ് ചെയ്യുള്ളൂ. തൊട്ടടുത്ത പോയിന്റ് പറയുന്നത് അപ്രൂവൽ ലെറ്റർ വെൻ ഇറ്റ് ഈസ് റിസീവ്ഡ് ഫ്രം ദ കമ്പനി, കമ്പനിയിൽ നിന്നും അപ്രൂവൽ ലെറ്റർ കിട്ടിയാൽ മാത്രം ഹോസ്പിറ്റൽ അഡ്മിറ്റ്സ് ദ പേഷ്യന്റ് ആസ് without any deposit and also as cashless treatment patient. അതായത് അന്നേരം അപ്രൂവൽ ലെറ്റർ കിട്ടിക്കുമ്പോൾ ഹോസ്പിറ്റലുകാര് നമ്മുടെ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നു, ഡെപ്പോസിറ്റ് ഒന്നും വേണ്ടാന്നുള്ള രീതിയിൽ അഡ്മിറ്റ് ചെയ്യുന്നു, ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ തുടങ്ങുന്നു. അതുവരെ അതൊക്കെയാവും. അതിന്റെ നോട്ടെ കമ്പനിയുടെ അപ്രൂവൽ കിട്ടണം. കാരണം ഈ രോഗി പൈസ തന്നില്ലെങ്കിലോ കമ്പനിയുടെ ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്. ഈ പറയുന്ന ഡിലേ എന്തെങ്കിലും ക്ലെയിമിംഗ് പ്രോസസ് നടത്തി കഴിയുമ്പോൾ കമ്പനി അത് റിജക്ട് ചെയ്തു, ആര് കാശ് ചെയ്തു എന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ അതുകൊണ്ട് ഹോസ്പിറ്റലുകാർ ഏറ്റെടുക്കില്ല. ഈ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം അവിടെ നിന്ന് കിട്ടണം, മറുപടിയായിട്ട് കിട്ടണം, ഇൻഷുറൻസിന്റെ ഭാഗമായ ആൾക്കാരാണെങ്കിൽ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യും. കുറച്ച് സമയം കൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രോസസ്സിംഗ് ഒക്കെ നടത്തി അവർക്ക് അപ്രൂവൽ കിട്ടുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു പേഷ്യന്റിനെ വിതൗട്ട് എനി ഡെപ്പോസിറ്റ് ആൻഡ് ഓൾസോ പ്രൊവൈഡ്സ് cashless treatment. Cashless treatment ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതോടൊപ്പം നോൺ മെഡിക്കൽ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ അതുമായിട്ട് ബന്ധപ്പെട്ട സഹ പേയ്മെന്റുകളൊക്കെ ഉണ്ടാവും, കോ പേയ്മെന്റുകൾ ബിഫോർ ഡിസ്ചാർജ് ഫ്രം ദ ഹോസ്പിറ്റൽ. പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നു, ട്രീറ്റ്മെന്റിന്റെ ചെലവായ തുക പ്രൊവൈഡ് ചെയ്യുന്നു. മെഡിക്കൽ എക്സ്പെൻസുകൾ അല്ലാതെ നോൺ മെഡിക്കൽ എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ അത് കൊടുക്കും. പിന്നെ അതുമായി ബന്ധപ്പെട്ട ചില ചെലവുകളൊക്കെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതുമെല്ലാം പ്രൊവൈഡ് ചെയ്ത് എന്താ പറയാ അപ്രൂവൽ ആണെങ്കിൽ ഇതെല്ലാം കിട്ടും. ആർക്ക്? ആ പറഞ്ഞ കസ്റ്റമർക്ക്, ഏറ്റവും മുകളിൽ കണ്ട കസ്റ്റമർക്ക്. ഓക്കെ, ഇതാണ് അപ്രൂവ്ഡ് ആണെങ്കിലുള്ള സ്ഥിതി. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഡിനൈഡ്, എന്നാൽ നമ്മുടെ കമ്പനി ആ ഒരു അപ്രൂവൽ കൊടുക്കാതെ എന്ത് ചെയ്തിരിക്കുന്നു, കൊടുക്കാൻ പറ്റില്ല, ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സമ്മതം തരാൻ പറ്റില്ല. സോ ദാറ്റ് ഡിനയൽ ലെറ്റർ വിൽ ബി സെൻഡ് ബൈ ദ കമ്പനി ടു ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലേക്ക് കൊടുക്കുന്നത് ഡിനയൽ ലെറ്റർ ആയിരിക്കാം. നിഷേധിച്ചിരിക്കുന്ന ഒരു ലെറ്റർ കൊടുക്കുക. എന്തായാലും ലെറ്റർ ആയിട്ട് തന്നെ കൊടുക്കണം. അതിൽ കുഴപ്പമില്ലാതെ നമ്മൾ തലയാട്ടുക അല്ലെങ്കിൽ റെഡ് സിഗ്നലൊന്നും കാണിച്ചിട്ട് കാര്യമില്ല. അവിടെ അതിന് വേണ്ടിയിട്ട് ഡിനയൽ ലെറ്റർ ഉണ്ടായിരിക്കും. ആ ലെറ്ററിന്റെ കോൺടാക്ട് എടുത്ത് വെച്ചിട്ട് അതിനകത്ത് കാര്യങ്ങളൊക്കെ ഫിൽ ചെയ്ത് ഡിനയൽ ലെറ്റർ അലയൻസുകാർ, ബജാജ് അലയൻസുകാര് ഹോസ്പിറ്റലിലേക്ക് സെൻഡ് ചെയ്യുന്നു, റിജക്ഷൻ ലെറ്റർ. ഓക്കെ, ദെൻ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, രോഗിയെ പരിശോധിക്കാനും അല്ലെങ്കിൽ രോഗിക്ക് എന്തെങ്കിലും ചികിത്സ കൊടുക്കണ്ടേ. ദെൻ ദ ഹോസ്പിറ്റൽ അഡ്മിറ്റ്സ് ദ പേഷ്യന്റ് ആസ് ക്യാഷ് പേഷ്യന്റ്. ഹോസ്പിറ്റലിൽ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നു. എങ്ങനെ? ക്യാഷ് പേഷ്യന്റ് എന്ന പേരിൽ ആണ് ആളെ അഡ്മിറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ക്യാഷ് കൊടുക്കണം ഈ പേഷ്യന്റ്. ദാറ്റ് മീൻസ് ദ പേഷ്യന്റ് ഹാവ് ടു പേ ദ ബിൽ ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ബില്ല് മുഴുവനും ആര് തന്നെ പേ ചെയ്തോളണം, പേഷ്യന്റ് പേ ചെയ്തോളണം. ആൻഡ് ആഫ്റ്റർവേർഡ്സ്, പിന്നീട് ഡിസ്ചാർജ് ഒക്കെ കഴിഞ്ഞിട്ട് ക്ലെയിം ഫോർ ദെയർ റീഇംബേഴ്സ്മെന്റ്. റിജക്ഷനിൽ ഡിനയൽ നടത്തി കഴിഞ്ഞാൽ പേഷ്യൻസിന് വേണമെങ്കിൽ അതിനുശേഷം പിന്നീട് ഞങ്ങളുടെ ഭാഗം കറക്റ്റ് ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ, അവരുടെ ഡോക്യുമെന്റുകളെല്ലാം ക്ലിയർ ആണെങ്കിൽ അവർക്ക് റീഇംബേഴ്സ്മെന്റിന് വേണ്ടി വീണ്ടും ക്ലെയിം ചെയ്യാവുന്നതാണ്. റീഇംബേഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആ ചെലവായ തുകയൊക്കെ തിരിച്ചു കിട്ടണം എന്നതിന് വേണ്ടിയിട്ട്. ക്ലിയർ ആയ എല്ലാവർക്കും? അപ്രൂവൽ വരുന്ന സമയത്ത് എങ്ങനെയാണ്, ഡിനയൽ ആണെങ്കിൽ എങ്ങനെയാണെന്ന് മനസ്സിലായില്ല? ആർക്കും സംശയമില്ല. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ക്വറി, ഇനി ക്വറി ആണെങ്കിൽ ക്വറി ലെറ്റർ ആയിരിക്കും ആര് അയക്കുക, നമ്മുടെ ബജാജ് അലയൻസുകാർ സെൻഡ് ചെയ്യുക. ബജാജ് അലയൻസ് മാത്രമല്ല കേട്ടോ, ഇതെല്ലാ തരത്തിലുള്ള പോളിസിക്കാർ, ഇൻഷുറൻസ് കമ്പനിക്കാർ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചെയ്യുക. എന്തായാലും എല്ലാവർക്കും ഉണ്ടായിരിക്കും. പക്ഷെ ഇത് നമുക്കൊരു എക്സാമ്പിൾ പോലെ നമുക്കൊരു ഫ്ലോ ചാർട്ട് ആയിട്ട് തന്നിരിക്കുന്നു. അത് നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ക്വറി ലെറ്റർ ആണെങ്കിൽ കിട്ടുന്നതെങ്കിൽ റീഇംബേഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ പിന്നീട്, അതായത് നമുക്ക് എന്തായാലും ചെലവായി, ഇപ്പൊ ഡിനയൽ വന്നു, ഇപ്പൊ ഞാനൊരു എന്താ പറയാ ക്ലെയിമിന് വേണ്ടിയിട്ട് കൊടുത്തു, ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടാണ്, ഹോസ്പിറ്റലിന്റെ വാതിൽ കിടക്കാണ്, ഡിനയൽ ലെറ്റർ ആണ് ബജാജ് അലയൻസുകാര് എനിക്ക് വേണ്ടി സെൻഡ് ചെയ്തത്. അപ്പൊ അതായത് ഞാൻ തന്നെ കാശ് കൊടുക്കണം, എന്റെ ബില്ലിന്റെ പേയ്മെന്റ് ഒക്കെ ഞാൻ തന്നെ അടയ്ക്കണം. പക്ഷേ
അത് പാർട്ട് ഓഫ് മീ. എന്നെ സംബന്ധിച്ചിടത്തോളം ആ ക്ലെയിം കൊണ്ട് അല്ലെങ്കിൽ ആ ക്ലെയിം ഞാൻ ചെയ്തത് ശരിയായ രീതിയിലാണ്. ഏതെങ്കിലും ഡോക്യുമെന്റുകൾ ചിലപ്പോൾ ഫിക്സ് ചെയ്യാത്തത് കൊണ്ടോ എന്തെങ്കിലും മറ്റു കാരണങ്ങൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത് ഡിനയായി പോയിക്കണേ എന്ന് വെച്ചിട്ട് എനിക്ക് കൈകെട്ടി നോക്കിക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ ഹോസ്പിറ്റലിൽ ഞാൻ ഈ ഇൻഷുറൻസ് എടുത്തപ്പോ എനിക്ക് അതിനകത്ത് കണ്ടീഷൻ ഉണ്ടായിരുന്നു, എനിക്ക് ട്രീറ്റ്മെന്റിനുള്ള എമൗണ്ട് അവര് പേ ചെയ്തോളും, അങ്ങനെയുള്ള എഗ്രിമെന്റ് ആ പോളിസിക്കകത്തുണ്ട്. അപ്പൊ പിന്നീട് അതിന്റെ സെക്യൂരിറ്റികൾ എന്താണോ പോരായ്മകൾ എന്താണോ അതെല്ലാം മനസ്സിലാക്കി അല്ലെങ്കിൽ അതെല്ലാം മാറ്റി എനിക്ക് വേണമെങ്കിൽ വീണ്ടും രണ്ടാമത് അവിടെ ചെലവായ തുകയൊക്കെ എനിക്ക് റീഇംബേഴ്സ് ചെയ്തെടുക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് ഏതില് ഡിനയലിലാണെങ്കിൽ. മനസ്സിലായോ? മനസ്സിലായോ? യെസ്. ഇനി ക്വറി ആണെങ്കിൽ ക്വറി ലെറ്റർ ആയിരിക്കും ആര് സെറ്റ് ചെയ്യാ? ബജാജ് അലയൻസ് അന്വേഷിക്കട്ടെ. അപ്പൊ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ ഹാവ് ടു ഫാക്സ് റിപ്ലൈ. എന്തൊക്കെ കാര്യങ്ങളാണോ ബജാജ് അലയൻസുകാർ അവരോട് ചോദ്യങ്ങളായിട്ട് ചിലപ്പോ ചില ഡോക്ടേഴ്സിന്റെ ചില കൺഫർമേഷൻ ചില രോഗങ്ങളെ കുറിച്ചിട്ടായിരിക്കാം. ഇന്ന രോഗത്തിന് ആൾക്ക് കൊടുക്കാൻ പറ്റില്ല, പക്ഷെ ആ രോഗവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ഈ പറഞ്ഞ രോഗി ഹോസ്പിറ്റലൈസ് ആയിരിക്കണേ. അപ്പൊ അതൊക്കെ അന്വേഷിക്കേണ്ടി വരും. എല്ലാത്തിനും ചെന്നങ്ങോട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ തന്നെ പോളിസിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നോക്കാതെ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് അന്വേഷിക്കണ്ടേ? ഇൻഷുറൻസ് കമ്പനി മറ്റുള്ളവരെ നന്നാക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്നതല്ല, അവർ കൊടുക്കുന്ന സേവനത്തിന് അവർക്കും അവരുടേതായ കാര്യങ്ങളുണ്ട്. അപ്പൊ ദേ ഹാവ് ടു സെർച്ച് ഫോർ ഇറ്റ്. അപ്പൊ അതിന് വേണ്ടി അന്വേഷിക്കണം അവർക്ക്. അപ്പൊ അന്വേഷിക്കുന്നത് ഡോക്ടേഴ്സിനോട് ചിലപ്പോൾ കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അതിന്റെ റിപ്ലൈസ് ഒക്കെ സ്വീകരിക്കുന്നു. അതിനുശേഷം വീണ്ടും അവരെന്ത് ചെയ്യുന്നു? ബജാജ് അലയൻസ് ആ ഡീറ്റെയിൽസ് ഒക്കെ വെരിഫൈ ചെയ്ത് നോക്കുന്നു, വീണ്ടും അതിനുള്ള റെസ്പോൺസ് കൊടുക്കും. അന്നേരം ചിലപ്പോ ക്വറിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ ആയി, എല്ലാ കാര്യങ്ങളും ശരിയായി, ആ ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞപ്പോ ഇയാൾക്ക് ആ ക്ലെയിമിന് അർഹതയുണ്ട് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ചിലപ്പോ അത് അപ്രൂവ്ഡ് ആക്കാം. എന്നാൽ ചിലപ്പോ അതെന്താകാം, ഇല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണ്, കാരണം ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻസ് അനുസരിച്ച് ഈ പറയുന്ന രോഗത്തിന് ഞങ്ങൾ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ല, പേയ്മെന്റ് അല്ലെങ്കിൽ ആളുടെ ട്രീറ്റ്മെന്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല, കമ്പനി പറഞ്ഞിട്ടില്ല എങ്കിൽ ദേ ക്യാൻ ഓൾസോ ഡിനൈ ദ റിക്വസ്റ്റ് ഓർ ക്ലെയിം. ആ ക്ലെയിം ഡിനൈ ചെയ്യാനും കമ്പനിക്ക് വീണ്ടും അധികാരമുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ബേസ് ചെയ്ത് ക്വറീസ് ഒക്കെ നടത്തി അന്വേഷണങ്ങൾ നടത്തിയതിനു ശേഷം മാത്രമേ വീണ്ടും അവർ വെരിഫൈ ചെയ്തിട്ട് അപ്രൂവൽ കൊടുക്കണോ, ഡിനൈ ചെയ്യണോ, വീണ്ടും അന്വേഷിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. Okay, this is the claiming process made by Bajaj Allianz Health Insurance. Bajaj Allianz നടത്തുന്ന ഹെൽത്ത് ഇൻഷുറൻസിന്റെ ക്ലെയിമിംഗ് പ്രൊസീജിയർ ആണ് നമ്മളിപ്പോ ഈ ഒരു ഫ്ലോ ചാർട്ടിലൂടെ കണ്ടത്. മനസ്സിലായോ ഫ്ലോ ചാർട്ട് എന്താണെന്ന്? മൊത്തത്തിൽ ആകെ മൊത്തം എന്താണ് ഫ്ലോ ചാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്ലിയർ ആയോ? ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? Anybody? Yes, very good. അപ്പൊ ആർക്കില്ലാത്തതുകൊണ്ട് നമ്മൾ അടുത്തേക്ക് പോവാണ്. ചാപ്റ്റർ നമ്മുടെ അവസാനത്തെ ഭാഗമാണ്. ഇത് എന്താണത്? റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് ഓർ ഇൻഷുറൻസ് മാനേജർ. ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഇൻഷുറൻസ് മാനേജറുടെ ചില ഉത്തരവാദിത്തങ്ങളാണ്. ജസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഇൻഷുറൻസിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ഒരു ഹോസ്പിറ്റലില് ഇൻഷുറൻസിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി ഒരാളുണ്ടായിരിക്കും, ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഇൻഷുറൻസ് മാനേജർ. ഇൻഷുറൻസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ആൾക്കാര് ക്ലെയിമിങ്ങിനൊക്കെ വേണ്ടി വരുമ്പോ ആദ്യം തന്നെ ഇൻഷുറൻസിന്റെ ബന്ധപ്പെട്ട ആളായ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവിനെ ആയിരിക്കും ചിലപ്പോൾ സമീപിക്കുക, അല്ലെങ്കിൽ അടുത്ത മാനേജർ ആയിരിക്കും. അപ്പൊ അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് തൊട്ടടുത്ത് പറഞ്ഞേക്കുന്നത്. എന്താണ്? സൂപ്പർവൈസിങ് ഇൻഷുറൻസ് ഓപ്പറേഷൻസ്, ഡിസൈനിങ്, ഇംപ്ലിമെന്റിംഗ് ആൻഡ് ഓൾസോ ട്രെയിനിങ് ദ ഹോസ്പിറ്റൽ സ്റ്റാഫ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻഷുറൻസ് പ്രോട്ടോകോൾസ്. അതായത് ഹോസ്പിറ്റലില് ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുക, അത് സൂപ്പർവൈസ് ചെയ്യുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക. മാത്രമല്ല ഇൻഷുറൻസ് പ്രോട്ടോകോൾസ് ഒക്കെ അവിടെയുള്ള സ്റ്റാഫിനെയൊക്കെ ട്രെയിൻ ചെയ്യുക. അതിനുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഷുറൻസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പൊ അതിനോട് ബന്ധപ്പെടാവുന്ന സ്റ്റാഫുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ചില ട്രെയിനിങ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പ്രൊവൈഡ് ചെയ്യുക. ഇതിനെ സംബന്ധിക്കുന്ന ട്രെയിനിങ്, ഇൻഷുറൻസിനെ സംബന്ധിക്കുന്ന ട്രെയിനിങ് സ്റ്റാഫുകൾക്ക് കൊടുക്കുക. ഇൻഷുറൻസ് ഡിസൈൻ ചെയ്യുക, ഇൻഷുറൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക. ഓക്കെ, ഇതെല്ലാമാണ് സൂപ്പർവൈസ് ചെയ്യുക. ഇതൊക്കെയാണ് ഒന്നാമത്തെ ഡ്യൂട്ടി. രണ്ടാമത് സൂപ്പർവൈസ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കൽ സർവീസസ് ഓഫ് ഇൻഷുറൻസ്. അതുപോലെ തന്നെ പേഷ്യൻസ്, ഹോസ്പിറ്റലിന്റെ കസ്റ്റമേഴ്സ്, ഇവർക്കൊക്കെ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മെഡിക്കൽ സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ഇൻഷുറൻസ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കസ്റ്റമേഴ്സിനും പേഷ്യൻസിനും ഒക്കെ അത് സംബന്ധമായിട്ടുള്ള സേവനങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടോ എന്ന് സൂപ്പർവൈസ് ചെയ്യുക. ഇൻഷുറൻസിന്റെ ആൾക്കാർ വന്നിട്ട് ഇൻഷുറൻസ് ഉള്ള ആൾക്കാർ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ സ്റ്റാഫുകളൊക്കെ അവരോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അവരോട് ഭയങ്കര റൂഡായിട്ട് പെരുമാറുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായ സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിക്കണം. അതൊക്കെ എക്സിക്യൂട്ടീവ് ആണ് ഇതൊക്കെ അന്വേഷിച്ചറിയണ്ടേ. ഓക്കെ. പ്രോസസിംഗ് ഓഫ് പേഷ്യന്റ് ഇൻഷുറൻസ് ക്ലെയിം. പേഷ്യന്റിന്റെ ഇൻഷുറൻസ് ക്ലെയിമുകളൊക്കെ
പ്രോസസ് ചെയ്ത് കൊടുക്കുക. And also must have a collaboration with the insurance companies. Insurance companies മായിട്ട് എന്തായിരിക്കണം, കൊളാബ് ഉണ്ടായിരിക്കണം അല്ലെ, കണക്ഷൻ ഇവർക്ക് ഉണ്ടായിരിക്കണം. കാരണം ഇൻഷുറൻസിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള അതിന്റെ ടേംസിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യണമെങ്കിൽ ഇവരതൊക്കെ ചോദിച്ച് കമ്പനിയോട് മനസ്സിലാക്കി വെച്ചേക്കണം. അപ്പൊ അവരുമായിട്ട് ഒരു നല്ല ഒരു ബന്ധം ഈ പറയുന്ന എക്സിക്യൂട്ടീവിന് ഉണ്ടായിരിക്കണം. പിന്നെ മാക്സിമൈസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, പരമാവധി സംതൃപ്തി ആർക്കും നേടിക്കൊടുക്കുക പേഷ്യൻസിന്. എന്തിനെ സംബന്ധിക്കുന്ന സംതൃപ്തി? ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇൻഷുറൻസ് ഉള്ള പേഷ്യൻസ് ഇവിടെ വന്നു കഴിയുമ്പോ എന്തെങ്കിലും രോഗമായിട്ട് വന്നു, ഇൻഷുറൻസിന്റെ കാര്യങ്ങളൊക്കെ വളരെ ഡിലേ ആയി, മര്യാദയ്ക്കൊന്നും നടക്കുന്നില്ല, അങ്ങനെ വരുമ്പോ ഉള്ള രോഗത്തിനേക്കാൾ ഇരട്ടി രോഗമായിട്ട് വീട്ടിൽ പോകേണ്ടിയിരുന്നു അല്ലെ. അപ്പൊ അതില്ലാതെ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ അവർക്ക് നേടിക്കൊടുക്കുന്ന രീതിയിൽ ഇൻഷുറൻസിന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് മുന്നോട്ട് നീക്കേണ്ട കാര്യങ്ങളുണ്ടോ എന്ന് നോക്കി മനസ്സിലാക്കി ചെയ്യേണ്ടത് ഈ എക്സിക്യൂട്ടീവ് ആണ്. അങ്ങനെ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യാൻ സാധിച്ചാൽ ഇറ്റ് വിൽ ഇൻക്രീസ് ഓർ എൻഹാൻസ് ദ ഇമേജ് ഓഫ് ദ ഹോസ്പിറ്റൽ. തീർച്ചയായിട്ടും ആ പേഷ്യന്റുകൾ ഈ പറയുന്ന എല്ലാ രീതിയിലും സാറ്റിസ്ഫൈഡ് ആയാൽ ഒരു ഹോസ്പിറ്റലിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ അല്ലെ. അവർക്ക് കൊടുക്കുന്ന മെഡിക്കൽ സേവനങ്ങൾ അല്ലെ, അവർക്ക് കൊടുക്കുന്ന മെഡിസിൻസ്, അവർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റീസ്, ഇൻസൈഡ് ദ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻസിന് കിട്ടുന്ന സൗകര്യങ്ങൾ, പിന്നെ ആൻഡ് അതർ ദാൻ ഇൻഷുറൻസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇത് ഒക്കെ കൃത്യമായിട്ട് എല്ലാം ചെയ്യുമ്പോഴാണ് എന്താകുക, ഒരു പേഷ്യന്റ് ഒരു ഹോസ്പിറ്റലിൽ ആ ഒരു അവിടുത്തെ സിറ്റുവേഷനുമായിട്ട് സാറ്റിസ്ഫൈഡ് ആകുക. അപ്പൊ പേഷ്യന്റിന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ എന്തിലേക്ക് നയിക്കും? ഹോസ്പിറ്റലിന്റെ ഇമേജ് വർദ്ധിക്കാൻ കാരണമാകും. 10 ആൾക്കാരോട് പുറത്തിറങ്ങിയാൽ പറയില്ലേ, അവിടുത്തെ ട്രീറ്റ്മെന്റ് കൊള്ളാം, അവിടുത്തെ മരുന്നുകൾ കൊള്ളാം, അവിടുത്തെ സൗകര്യങ്ങൾ കൊള്ളാം, ഏറ്റവും നല്ലത് അവിടുത്തെ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു ഡിലേ ഇല്ലാണ്ട് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു തരുന്ന ആളുകളാണ് അവിടെ ഉള്ളത് അല്ലെ. അത്തരം നല്ലൊരു സർവീസ് നമുക്ക് കിട്ടുന്നുണ്ട് എന്നൊക്കെ ഒരു 5 ആളോട് പറഞ്ഞാലാ തീർച്ചയായിട്ടും ആ ഹോസ്പിറ്റലിലേക്ക് ആൾക്കാര് കൊണ്ടുകയറും അല്ലെ. അപ്പൊ അതെന്ത് ചെയ്യും? അവരുടെ ഗുഡ് വില്ല് വർദ്ധിപ്പിക്കും. മറ്റേ ആൾക്കാരുടെ മുമ്പിൽ ഒരു പേരും പ്രശസ്തിയൊക്കെ ആവൂലേ. അപ്പൊ അത് വർദ്ധിപ്പിക്കാൻ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കേണ്ട ആളാണ് ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ്. പിന്നെ ഇൻഷുറൻസ് ക്ലെയിംസ് ഒക്കെ അതിന്റെ കൃത്യത, അക്യുറസി ഒക്കെ കൃത്യമായിട്ട് എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് റിവ്യൂ ചെയ്തു നോക്കും. എന്നുവെച്ചാൽ ഇൻഷുറൻസിന്റെ കണ്ടീഷൻസ് അവർക്ക് കൊടുക്കേണ്ട ബെനിഫിറ്റ് ഒക്കെ എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ കൃത്യമായിട്ട് ഈ പേഷ്യൻസ് കിട്ടുന്നുണ്ടോന്ന് ഉറപ്പുവരുത്തുക. ആൻഡ് ടു റിപ്പോർട്ട് ക്രിട്ടിക്കൽ ഇഷ്യൂസ് ടു ദ മാനേജ്മെന്റ്. എന്തെങ്കിലും തരത്തിലുള്ള വിമർശനാത്മകമായിട്ടുള്ള കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ ഉണ്ടായാൽ, ഇൻഷുറൻസ് സംബന്ധിച്ച വിമർശനാത്മകമായ കാര്യങ്ങളൊക്കെ ഉയർന്നാൽ അത് വേഗം തന്നെ ആരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക? മാനേജ്മെന്റിന്റെ. നമുക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല, മാനേജ്മെന്റ് ആണ് അതിന്റെ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അപ്പൊ അവരുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുക അല്ലെ. നമ്മൾ തന്നെ ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം, ഒരു ഇഷ്യൂ, ഒരു ഏതെങ്കിലും ഓർഗനൈസേഷനിൽ ഉണ്ടായി, നമ്മളവിടെ ഇട്ടിട്ട് അത് എന്താ പറയാ, അങ്ങോട്ട് കുറച്ചു ഇങ്ങോട്ട് കുറച്ചു തള്ളി, അങ്ങോട്ട് തള്ളി മുമ്പിൽ തള്ളിയൊക്കെ കാണിച്ചിട്ട് ഒരു കാര്യമില്ല അല്ലെ. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അത് ആരെ അറിയിക്കുക? അവിടുത്തെ മാനേജ്മെന്റിനെ അറിയിക്കുക. കാരണം they can make decisions അല്ലെ, കറക്ഷൻസ്. അവർക്കാണ് കറക്ഷൻസ് ചെയ്യാനും ഡിസിഷൻസ് എടുക്കാനും ഒക്കെ ഉള്ള അധികാരമുള്ളത്. അപ്പൊ അങ്ങനെ ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതെല്ലാം മാനേജ്മെന്റിനെ അറിയിക്കുക. They have to also submit monthly reports. മാസം റിപ്പോർട്ടുകൾ സമർപ്പിക്കുക. പിന്നെ ഇതുപോലെ തന്നെ they have to attend and organize ഇൻഷുറൻസ് പ്രസന്റേഷൻ ഇന്റേണലി ഓർ എക്സ്റ്റേണലി. ഹോസ്പിറ്റലിന്റെ അകത്തും പുറത്തും ഇൻഷുറൻസുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം മീറ്റിങ്ങുകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യുക, അതിൽ അറ്റൻഡ് ചെയ്യുക. വെറുതെ ഓർഗനൈസ് ചെയ്തിട്ട് ഞാൻ വരാണ്ടിരുന്നിട്ട് കാര്യമില്ല, ഞാനും അതിനകത്ത് അറ്റൻഡ് ചെയ്യണം. ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ്. കാരണം ഇൻഷുറൻസിലെ എന്തെങ്കിലും തരത്തിലുള്ള പുതിയ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവരും അറിയട്ടെ. മാത്രമല്ല അവർ മാത്രം അറിഞ്ഞാൽ പോരാ, അത് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലും അവിടുത്തെ സ്റ്റാഫിനും ഒക്കെ ട്രെയിൻ ചെയ്യണം. അപ്പൊ അങ്ങനെ വേണ്ടിയിട്ട് പങ്കെടുക്കണം, അത് കണ്ടക്ട് ചെയ്യണം. ആൻഡ് ഓൾസോ ഡിപ്പാർട്ട്മെന്റൽ മീറ്റിംഗ്സ് വീക്കിലി നടത്തണം. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും വെച്ചിട്ടുള്ള മീറ്റിങ്ങുകൾ ആഴ്ചയിൽ കണ്ടക്ട് ചെയ്യാം. ഇൻഷുറൻസ് ഡിസ്കൗണ്ടും റിജക്ഷൻസും ഒക്കെ മോണിറ്റർ ചെയ്യാം. ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള ഡിസ്കൗണ്ട്, എന്തെങ്കിലും ഡിസ്കൗണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലുമൊക്കെ ക്ലെയിമുകളൊക്കെ റിജക്ട് ചെയ്ത് പോയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുക, അത്തരം കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുക. ആൻഡ് എല്ലാ സ്കീമുകളും, ഇൻഷുറൻസ് സ്കീമുകളെല്ലാം അപ് ടു ഡേറ്റ് ആണെന്ന് എൻഷുർ ചെയ്യുക. അതായത് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവന്നത് നമ്മുടെ കമ്പ്യൂട്ടേഴ്സിലേക്ക് അതൊക്കെ ഫീഡ് ചെയ്ത് സേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക.
Then ഓരോ സ്റ്റാഫിനും, അതായത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് തന്റെ കീഴിലുള്ള ആളുകൾക്ക്, സ്റ്റാഫിന് ആവശ്യം വേണ്ട സമയത്തൊക്കെ ട്രെയിനിങ് കൊടുക്കുക, ഇൻഷുറൻസിനെ സംബന്ധിക്കുന്ന ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന് പറയുന്നത് പോലെ ന്യൂ റെസ്പോൺസിബിലിറ്റീസ് whenever needed have to be taken up. അതായത് പുതിയ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവിന് തന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇതെന്റെ ഉത്തരവാദിത്തമല്ല, ഇൻഷുറൻസ് ആണ് പക്ഷെ ഇതെന്റേതല്ല, ഞാൻ ഇതൊക്കെ ചെയ്യാറുള്ളൂ എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ പുതിയ പുതിയ ഉത്തരവാദിത്തങ്ങൾ തങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതും കൂടി ഏറ്റെടുത്ത് സമയാസമയങ്ങളിൽ അതനുസരിച്ച് പ്രവർത്തിക്കാനും റെഡി ആയിരിക്കുന്ന ആളായിരിക്കണം ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളൊക്കെ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. അറിയാമെന്നാലും എന്തൊക്കെയാണ് ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് ചെയ്യേണ്ടത്? ക്ലിയർ ആയോ ഈ പോയിന്റുകൾ? ഇനി ഡൗട്ട് ഇനി ഇല്ല. നമ്മള് ഈ ഫ്ലോ ചാർട്ട് ഒന്ന് എൻട്രി ഇട്ട് വെച്ചേക്കാം, ഇമ്പോർട്ടന്റ് ആണ്. എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ നമ്മൾ അടയാളപ്പെടുത്തി തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം ഏതൊക്കെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ അല്ലെ. ചാപ്റ്ററിലെല്ലാം അങ്ങനെ മാർക്ക് ചെയ്തല്ലേ നമ്മൾ പോയിക്കണേ, എല്ലാം നിങ്ങൾക്ക് അറിയാലോ അല്ലെ. ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്റർ അവിടെ തീർന്നു. അത്രയും ഉണ്ടായിരുന്നു നമുക്ക് പഠിക്കാനായിട്ട്. സോ ഐ തിങ്ക് ഞാനാണ് ലാസ്റ്റ് എടുത്ത ആള് അല്ലെ. എല്ലാവരുടെയും നേരത്തെ തീർത്തായിരുന്നു ടീച്ചേഴ്സിന്റെ. അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് എന്താ പറയാ, ഒരു സെക്കൻഡ് കേട്ടോ പോവല്ലേ. അശ്വതിയോട് യെസ്. അപ്പൊ നമ്മള് എടുത്ത എന്താ പറയാ ചാപ്റ്ററുകളൊക്കെ നമ്മള് തീർന്നു. ടീച്ചേഴ്സ് ഒക്കെ എല്ലാവരും എടുത്ത് പറയാ. അപ്പൊ ചാപ്റ്ററുകളെല്ലാം എടുത്ത് തീർന്നു. എന്റെ അറിവിൽ എല്ലാ ചാപ്റ്ററും തീർന്നു. ആരും പെണ്ണിങ് കൊടുക്കാൻ ബാക്കിയില്ല. നിങ്ങൾ പറയും മെഡിക്കൽ ഇൻഷുറൻസ് എക്സ്ട്രാ നോട്ട് എന്ന് പറയുമ്പോൾ ചാപ്റ്ററോടെ കിടക്കുന്നുണ്ടെന്ന്. പക്ഷെ നിങ്ങൾ ആ മൊഡ്യൂളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയത്, മൊഡ്യൂളുകൾ 1, 2, 3, 4 സെപ്പറേറ്റ് ചെയ്ത മൊഡ്യൂൾസിന്റെ പേപ്പേഴ്സിന്റെ എന്താ പറയാ ചാപ്റ്റർ വൈസ് ഇങ്ങനെ നമ്പർക്ക് തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മെഡിക്കൽ ഇൻഷുറൻസ് എക്സ്ട്രാ നോട്ട് പറഞ്ഞ ചാപ്റ്റർ കാണുന്നുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ചാപ്റ്റർ ഇല്ല. അത് എക്സ്ട്രാ നോട്ട് ഏതോ സമയത്ത് ആരോ ഏതെങ്കിലും ഒരു ടീച്ചർ അങ്ങനെ ഉണ്ടാക്കി ഒരു ചാപ്റ്റർ ആയിരുന്നില്ല, ഒരു എക്സ്ട്രാ നോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് ഉണ്ടാക്കി ഇട്ടതാണ്. അത് അതിനകത്തേക്ക് അപ്ലോഡ് ചെയ്ത് വന്നേക്കുന്നതാണ്. അതിനകത്ത് അറിയാതെ അത് നമുക്കില്ല. നമ്മൾ ആവശ്യം വേണ്ട സാധനം ഈ ഒരു ഇതിനകത്ത് ഈ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആവശ്യത്തിന് തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് പഠിച്ചില്ലേ? ഇല്ല എന്ന് പറയുന്നതാ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത്രയും മതി, ഇനഫ് എന്ന് തന്നെയാണ് പറയണേ. അപ്പൊ അത്രയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ മുമ്പിലുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കുക, പഠിച്ച പരീക്ഷ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി വിപ്പർ തീർത്തു എന്നുള്ളതാണ്. ഒരു വാചകം പോലും മാറ്റി വെക്കാതെ നമ്മൾ എടുക്കാനുള്ളത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ആൻഡ് ഇനി നിങ്ങൾക്ക് യാതൊരു മറ്റ് കാര്യങ്ങളെ കുറിച്ചിട്ടും ചിന്തിക്കണം. നിങ്ങൾ പഠിക്കാനുള്ളത് കൃത്യമായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ